സാഗർ ശർമ്മ, മനോരഞ്ജൻ, നീലം ദേവി, അമോൽ ഷിൻഡെ യുവപ്രക്ഷോഭകർ ചീറ്റിയ വർണ്ണപ്പുകയിൽ വിവർണരായി നിൽക്കുന്നത് ആരാണ്? മോദിയും അമിത്ഷായുമെന്ന് പ്രതിപക്ഷം. ശരിയല്ലേ? രണ്ടുപേരെയും കാണാനില്ല പാർലമെന്റിൽ. പഴയ മന്ദിരത്തിൽ സാഷ്ടാംഗം നമിക്കൽ, പുതിയ മന്ദിരത്തിൽ ചെങ്കോൽ സംസ്ഥാപനം. എന്തൊക്കെയാണ് കണ്ടത്? എല്ലാത്തിൻ്റെയും അധികാരം തനിക്കാണെന്ന് പറയുന്ന ഓം ബിർള മറന്നുപോയോ അന്ന് രാഷ്ട്രപതിക്ക് പോലും ഇടം കിട്ടാതിരുന്നത്? നിറഞ്ഞു നിന്നവർ ഒറ്റപ്പുകയിൽ നിറം കെട്ടു നിൽക്കുന്നു. ഇന്ന് സമയം കണ്ടെത്തിയത് പാളിച്ചകളുടെ പുകമൂടിയ പാർലമെന്റിൽ വരാനല്ല, രാജസ്ഥാൻ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് പോകാനാണ്. ഇതിനൊക്കെ എന്താണ് പറയേണ്ടത്? പുര കത്തുമ്പോൾ വാഴനടൽ, നഗരം കത്തുമ്പോൾ വീണവായന എന്നൊക്കെ കേട്ട പോലെ ഒരു പരിപാടി. എന്തും നടക്കുന്ന പാർലമെന്റാണ് ഇതെന്ന് 13-ാം തീയതി തെളിഞ്ഞു. അവിടെയാണ് എന്തു നടന്നെന്നറിയണമെന്ന അവകാശത്തിന് തുടരൻ സസ്പെൻഷൻ സമ്മാനമായി കിട്ടുന്നത്. മഹുവ മൊയ്ത്ര പറഞ്ഞ പോലെ കങ്കാരു കോടതി എന്നതിന് ഒരു തെളിവ് കൂടി. പ്രതാപ് സിംഹയെ കാണാനില്ല. പുകപ്രതിഷേധത്തിന് പാസ് അനുവദിക്കുന്ന തിരക്ക് കഴിഞ്ഞിട്ടും പ്രതാപ് സിംഹ എവിടെ പോയി? പ്രതികളുടെ തൃണമൂൽ ബന്ധം, പ്രതികളുടെ അഭിഭാഷകന്റെ കോൺഗ്രസ് ബന്ധം ഒക്കെ ആവേശത്തോടെ പറയുന്ന BJP കേന്ദ്രങ്ങൾ മനോരഞ്ജന്റെ രാഷ്ട്രീയ ബന്ധം മറക്കുന്നത് എന്തുകൊണ്ടാണ്? മനോരഞ്ജന്റെ അച്ഛൻ ഏതു പാർട്ടിക്കാരനാണെന്ന മറവിയും ആരെ രക്ഷിക്കാൻ? യുവപ്രക്ഷോഭകരെല്ലാം കീഴടങ്ങാൻ പറ്റും വിധം കയ്യകലത്തിലായിരുന്നു. ലളിത സ്വയം കീഴടങ്ങിയതോടെ മുഖ്യ സൂത്രധാരൻ എന്ന ബിൽഡപ്പും നടന്നില്ല. പ്രതിഷേധിച്ചവർ പിടികൊടുത്തു കഴിഞ്ഞു. പിടിതരാതെ നടക്കുന്നത് ഉത്തരം നൽകേണ്ടവരാണ്. അത് ചോദിച്ചാലോ സസ്പെൻഷൻ. രാജ്യത്തിന്റെ ചോദ്യം കേൾക്കുമ്പോൾ നെഞ്ചളവിന്റെ കണക്ക് പറയുന്നവർക്ക് നെഞ്ചിടിപ്പ് കൂടുന്നത് എന്തുകൊണ്ടാണ്? ഈ വിഷയമാണ് എൻകൗണ്ടർ ചർച്ച ചെയ്യുന്നത്. സത്യത്തിന് സസ്പെൻഷനോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസിൽ നിന്ന് രാജു പി നായർ, സുപ്രീം കോടതി അഭിഭാഷകൻ MR അഭിലാഷ് എന്നിവരാണ് എൻകൗണ്ടറിൽ ഇപ്പോൾ തത്സമയം അതിഥികളായി പങ്കുചേരുന്നത്. അല്പസമയത്തിനകം BJP നേതാവ് B ഗോപാലകൃഷ്ണൻ, രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് പ്രമോദ് പുഴങ്കര എന്നിവരും ഈ ചർച്ചയിൽ പങ്കുചേരും. ആദ്യം ശ്രീ രാജു പി നായർ. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും രാജസ്ഥാനിലാണ്. ഈ കാര്യത്തിൽ വിശദീകരണം തേടുന്നവർക്കൊക്കെ സസ്പെൻഷനാണ്. ഇന്നിപ്പോ ഈ പ്രക്ഷോഭകർ ഈ ലഘുലേഖയുമായി വന്നിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്, കോടതി മുഖാന്തരം പോലീസ് അറിയിച്ചിട്ടുണ്ടെന്നൊക്കെ കേൾക്കുന്നു. അതിലവർ പരിഹാസ രൂപേണ പറഞ്ഞതായി അറിയാൻ കഴിയുന്നത് മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ വിശ്വസനീയമാണ് എങ്കിൽ പ്രധാനമന്ത്രിയെ കണ്ടവരുണ്ടോ? കണ്ടെത്തുന്നവർക്ക് സ്വിസ് ബാങ്കിൽ നിന്ന് പ്രതിഫലം കിട്ടും, സമ്മാനത്തുക കിട്ടും എന്നാണ്. അപ്പോൾ ഈ പ്രതിഷേധക്കാരുടെ ലക്ഷ്യം എന്തോ ആയിക്കൊള്ളട്ടെ, അവരുടെ വിമർശനത്തിന് കാമ്പുണ്ട് എന്ന് തെളിയിക്കുന്നതല്ലേ ഈ പുകയാക്രമണാനന്തരവും പ്രധാനമന്ത്രിയുടെ ഈ ഒഴിഞ്ഞു നിൽക്കൽ, ആഭ്യന്തരമന്ത്രിയുടെ ഈ ഒളിച്ചോട്ടം? വേണു, തീർച്ചയായിട്ടും ആക്രമിക്കപ്പെട്ടത് ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലാണ്. ഈ പാർലമെൻറ്റ് ബിൽഡിങ്ങിനെ സംബന്ധിച്ചാണ് നമുക്കറിയാം, ഇവിടെ സൂചിപ്പിച്ച പോലെ വലിയ മാമാങ്കത്തോടു കൂടിയുള്ള ഉദ്ഘാടനവും ഇതിനെല്ലാം താനാണ് ഇതിൻ്റെ എല്ലാം സൃഷ്ടിയും സൃഷ്ടാവും എന്നുള്ളത് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഞങ്ങൾ അന്നേ പറഞ്ഞൊരു കാര്യമുണ്ട്, നരേന്ദ്രമോദിയെ സംബന്ധിച്ചോളം ഈ പാർലമെൻറ്റ് ബിൽഡിംഗ് എന്ന് പറയുന്നത് വെറും ഒരു കെട്ടിടമാണ്. അതിനപ്പുറം അതിന് മറ്റൊരു മൂല്യവും ധാർമ്മികമായിട്ട് അദ്ദേഹത്തിനില്ല എന്ന് പറയാം. ഇന്ത്യയുടെ പാർലമെൻറ്റ് ആക്രമിക്കപ്പെട്ടിട്ട് അവിടെ മറ്റ് ജീവനാഷ്ടമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല എന്ന് ഇരിക്കട്ടെ, പക്ഷേ എങ്കിൽ പോലും ഇന്ത്യയുടെ പാർലമെൻറ്റിനകത്ത് കയറി എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ. അത്തരത്തിലൊരു സംഭവം നടന്നിട്ട് ഇന്ന് 2 ദിവസം കഴിഞ്ഞു. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി, പ്രധാനമന്ത്രിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, കാരണം അത് നമ്മൾ കുറച്ചുകൂടി യാഥാർത്ഥ്യബോധത്തോടെ ചർച്ച നടത്തുന്നതാണല്ലോ കുറച്ചുകൂടി നല്ലത്. അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും ഒരു മറുപടിയും രാജ്യം ആവശ്യപ്പെടുന്നതിന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ഇന്നലെ മാധ്യമങ്ങളിൽ പോയി അവിടെ ഇരുന്ന് പറഞ്ഞു ഈ ഇതിനെ സംബന്ധിച്ച്. പക്ഷേ ഇന്ത്യയുടെ പാർലമെൻറ്റ് ഇൻ സെഷനാണ്, 2 ഹൗസുകളും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ലോക്സഭയിലും രാജ്യസഭയിലും വന്ന് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ഇതിനെ സംബന്ധിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തണമെന്ന ആവശ്യം ഇത്രമാത്രം വലിയ ജനാധിപത്യ വിരുദ്ധമാണോ, രാജ്യവിരുദ്ധമാണോ? അത് ചോദിച്ചാൽ അതിന് മറുപടി ഇല്ലാതെ വരുമ്പോൾ അത് ചോദിക്കുന്ന ആൾക്കാരെ പുറത്താക്കുക. ഇനി അത് തന്നെ ആലോചിച്ച് നോക്കൂ, പുറത്താക്കിയത് എത്രമാത്രം, ഒരു ഭരണകൂടം ഇത്രമാത്രം
ലാഘവത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതിലേക്ക് ഒരു നമ്മളെയൊക്കെ നോക്കി കൊഞ്ഞനം കുത്തുന്നല്ലേ, ആ സഭയിൽ ഇല്ലാത്ത ഒരാളെ പോലും സസ്പെൻഡ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് അവസാനം അത് തിരിച്ച് ഏത് വിഷയത്തിലാണ്? ഇന്ത്യയുടെ പാർലമെന്റ് ആക്രമിക്കപ്പെടുന്ന ഒരു വിഷയത്തിലാണ്. മറ്റേതൊരു രാജ്യത്താണെങ്കിലും ഏതൊരു ജനാധിപത്യ വ്യവസ്ഥയിലാണെങ്കിലും ഇതിനു മുമ്പ് രാജ്യത്തോട് വന്ന് മാപ്പ് പറയുകയും ചെയ്യില്ലേ? രാജിവെക്കുന്നതൊക്കെ പോട്ടെ, അതൊന്നും ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഈ രാജ്യത്തോടെങ്കിലും അത് കാര്യങ്ങൾ വിശദീകരിക്കണ്ടേ? ആ രാജ്യത്തോട് കാര്യങ്ങൾ വിശദീകരിക്കാനോ അല്ലെങ്കിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ വന്ന് ഇത് സംബന്ധിച്ച് പറയാനോ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവരെ ന്യായീകരിക്കുന്നില്ല. പക്ഷെ നിർഭയമായി ഇന്ത്യയുടെ പാർലമെന്റിനെ ആക്രമിച്ച അവരുടെ മുന്നിൽ ഒളിച്ചോടുകയാണ് ഇന്ത്യയുടെ ഭരണ നേതൃത്വം. ഒന്ന് ആലോചിച്ച് നോക്കൂ. അവര് കാണിച്ച അതിനു മുന്നിൽ ഇവര് പരുങ്ങുകയല്ലേ? അവർക്ക് ഈ അക്രമികളുടെ മുന്നിൽ നിന്ന് പോലും പറയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു അവസ്ഥയിലാണ് ഇന്ത്യ എത്തിപ്പെട്ടിരിക്കുന്നത്. ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം. ഇപ്പോൾ ബി ഗോപാലകൃഷ്ണൻ ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും ഇന്ന് പ്രധാനം പാർലമെന്റിൽ വരലല്ല, രാജസ്ഥാൻ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞയാണ് എന്നത് എന്ത് ജനാധിപത്യ ബോധമാണ്? അതല്ലേ ജനാധിപത്യ ബോധം? ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വലിയ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കാര്യങ്ങൾ നടക്കുമ്പോൾ അവിടെ പോവുക എന്ന് പറയുന്നത് ജനാധിപത്യപരമല്ലേ? എന്താ ജനാധിപത്യപരമല്ല എന്ന് പറയുന്നത്? ജനാധിപത്യപരമായിട്ട് അങ്ങനെ തന്നെ ജയിച്ചു വന്ന ആളുകളൊക്കെ ഇരിക്കുന്ന, ഭരണപക്ഷവും പ്രതിപക്ഷവുമായി ഇരിക്കുന്ന സംവിധാനമാണ് പാർലമെന്റ് അല്ലേ? അവിടെ എന്ത് നടന്നുവെന്ന് രാജ്യം മുഴുക്ക കണ്ടതാണ്. ഈ പ്രക്ഷോഭകാരികൾക്ക് ആരെയും വകവരുത്തുക എന്ന ദുരുദ്ദേശം ഇല്ലാതിരുന്നത് കൊണ്ടാണല്ലോ അതൊരു ചോരക്കളമാകാതിരുന്നത്. അതുകൊണ്ട് ജനാധിപത്യത്തിന്റെ മഹത്വം രാജസ്ഥാനിൽ മാത്രം കാണുന്ന കാഴ്ചപ്പാടിനോടുള്ള വിമർശനമാണ് ചോദ്യമായി ഉയരുന്നത്. നിങ്ങൾക്ക് എപ്പോഴാണ് വിമർശനം ഇല്ലാത്തത്? നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും പ്രധാനമന്ത്രിയെയും BJPയെയും കേന്ദ്ര ഗവൺമെൻറ്റിനെയും വിമർശിക്കാനല്ലേ നിങ്ങൾ വാ തുറക്കുന്നത്? കേരളത്തിലെ കുറേ മാധ്യമ പ്രവർത്തകരും കേരളത്തിലെ കോൺഗ്രസിൻ്റെയും മറ്റേ CPMൻ്റെ ഒക്കെ ആളുകളുടെ വാ തുറക്കുന്നത് ഊണ് കഴിക്കാനും BJPയെ തെറി പറയാനുമാണ്, നരേന്ദ്രമോദിയെ തെറി പറയാനുമാണ്. അതിനകത്തുനിന്ന് വ്യത്യസ്തനൊന്നുമല്ല മിസ്റ്റർ വേണു താങ്കൾ. അതുകൊണ്ട് താങ്കൾക്ക് തെറി പറയാനുള്ള ലൈസൻസ് ഉണ്ട്, അതെനിക്ക് വിരോധമൊന്നുമില്ല, അത് ജനാധിപത്യമാണ്. താങ്കൾ ജനാധിപത്യം ഇന്ത്യയിൽ ഉള്ളത് കൊണ്ടാണ് താങ്കൾ ഈ തെറി പറയുന്നത്. ഇല്ലെങ്കിൽ താങ്കൾ തെറി പറയാൻ പറ്റില്ല. തിരിച്ചുപയോഗിക്കുന്നില്ല, കാരണം അത് ഉപയോഗിക്കേണ്ട കാര്യം എനിക്കില്ലാത്തതുകൊണ്ട്. ഞാൻ ഈ പറഞ്ഞ പ്രയോഗങ്ങളിൽ എവിടെയെങ്കിലും താങ്കൾ വിശേഷിപ്പിക്കുന്ന ഒരു അധപതനം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു വാക്കിൽ? താങ്കൾ സ്ഥിരമായിട്ട്, താങ്കളും താങ്കളുടെ ചാനലും കേരളത്തിലെ പ്രധാനപ്പെട്ട പല മാധ്യമങ്ങളും സ്ഥിരമായിട്ട് നരേന്ദ്രമോദിയെ എതിർക്കുവാനും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ എതിർക്കുവാനും ഇന്ത്യയുടെ ഭരണകൂടത്തെ എതിർക്കുവാനുമാണ് ശ്രമിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിലെവിടെ അധപതനമുള്ളത്? നിങ്ങൾ അധപതനം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഞാൻ വെറുതെ സിമ്പിളായിട്ടൊരു ചോദ്യം ചോദിക്കാം എല്ലാ ബഹുമാനത്തോടെയും മിസ്റ്റർ വേണുവിനോട്. നിങ്ങൾ ഇത്രയും കാലത്തെ ഈ സമീപകാലത്ത് എത്രയോ കാലം നിങ്ങളുടെ കൂടെ ചർച്ചയ്ക്ക് ഞാൻ വന്നിരിക്കുന്നു. എന്തെങ്കിലും ഒരു ദിവസം ഈ ഗവൺമെൻറ്റിനെ കുറിച്ചോ നരേന്ദ്രമോദിയെക്കുറിച്ചോ അമിത്ഷയെക്കുറിച്ചോ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നല്ലത് ചെയ്ത എന്തിനെക്കുറിച്ചെങ്കിലും ഒരു നല്ല വാക്ക് നിങ്ങൾ ബി ഗോപാലകൃഷ്ണൻ, നല്ല വാക്ക് പറയാനായിട്ട് അങ്ങിരിപ്പുണ്ടല്ലോ, ആ അവസരം അങ്ങ് വിനിയോഗിക്കൂ. അതിന് അങ്ങയുടെ പ്രധാനമന്ത്രി അങ്ങേക്ക് അവസരം നൽകുന്നില്ല എങ്കിൽ അതിന് എന്നോട് കോപിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ എതിർക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ആളാണ് എന്ന് ഒരിക്കൽ കൂടെ പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, വീഴ്ചയാണ്. അത് യാതൊരു മറച്ചു പിടിക്കേണ്ട കാര്യമല്ല. വീഴ്ചയാണ്. ആ വീഴ്ചയെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി മന്ത്രിമാരെ കാണുന്നു ഇതേ പാർലമെന്റ് മന്ദിരത്തിൽ. എന്നിട്ട് അദ്ദേഹം ഈ കാര്യത്തിലുള്ള അദ്ദേഹത്തിന്റെ അതൃപ്തി പറയുന്നു. ആര് കേട്ടു? ആരെങ്കിലും കേട്ടോ? ഇല്ലല്ലോ. ഇനി ആഭ്യന്തരമന്ത്രി പാർലമെന്റിനോടാണ് കടപ്പെട്ടിരിക്കുന്നത്, അവിടെ ഒന്നും പറയുന്നില്ല. പുറത്തൊരു സ്വകാര്യ മാധ്യമത്തോട് പറയുകയാണ് ഈ കാര്യത്തിൽ ഗൗരവതരമായ അന്വേഷണം ഉണ്ടാകും എന്ന്. ഇത് ഇവരൊക്കെ ആരോട് ബാധ്യതപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. ജനങ്ങളുടെ ശബ്ദം കേൾക്കാനില്ല, ജനങ്ങളുടെ പ്രതിനിധികളായി വരുന്നവരുടെ ശബ്ദം കേൾക്കാനില്ല. ഇങ്ങോട്ട് ചോദിക്കാത്തവർക്ക് ഉത്തരം നൽകുന്ന ഒരു കൂട്ടരായിട്ടാണ് അധികാരികൾ നിൽക്കുന്നത് എങ്കിൽ ഇത് ഏതെങ്കിലും തരത്തിൽ ജനാധിപത്യത്തിന് ഗുണകരമായൊരു നിലപാടാണ്. അങ്ങനെ എടുക്കുന്ന പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പുകഴ്ത്തുകയാണ് മാധ്യമങ്ങൾ വേണ്ടത് എന്ന് പറയുന്നത് ഒരു വികലമായ ന്യായീകരണമാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മല്ലികാർജുന ഖാർഗെ പാർലമെൻറ്റിൽ ഇതിനെക്കുറിച്ച് അടിയന്തരമായിട്ട് ഫ്ലോറിൽ ചർച്ച നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. അതിന് പുറംതിരിഞ്ഞു നിന്ന സമീപനമാണോ സ്വീകരിച്ചത്? എനിക്ക് തോന്നുന്നു ആർട്ടിക്കിൾ അണ്ടർ റൂള് 267 ആണെന്നാണ് എൻ്റെ ഓർമ്മ.
അത് പ്രകാരം ചർച്ച നടത്തിയല്ലോ. എല്ലാവരും ചേർന്ന് ചർച്ച നടത്തി. അതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണ കമ്മീഷൻ വേണമെന്ന് പറഞ്ഞു. അന്വേഷണ കമ്മീഷൻ വെച്ചു. ആ അന്വേഷണവുമായി മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു. ബാക്കി എല്ലാ നടപടികളും തീർത്തു വെച്ചുകൊണ്ട് ചർച്ച നടത്തിയല്ലോ. അതല്ലേ ഏറ്റവും വലിയ ജനാധിപത്യപരമായ. രാജു പി നായർ അങ്ങേക്ക് ഗോപാലകൃഷ്ണനോട് ചോദിക്കാം. ഞാൻ ചോദിക്കട്ടെ. അല്ല, ഒരു സെക്കൻഡ് സാർ. രാജു, ഞാൻ ചോദിക്കുന്നത് ഇന്ത്യയുടെ പാർലമെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ പാർലമെന്റ് നടക്കുമ്പോൾ ആ പാർലമെന്റ് ആക്രമിക്കപ്പെട്ടിട്ട് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിക്ക് എന്താണ് പറയാനുള്ളത്? അത് ഇന്ത്യയുടെ പാർലമെന്റിൽ വേണ്ടേ പറയാൻ? പാർലമെന്റിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. നിങ്ങൾ പറയൂ. പക്ഷേ നിങ്ങളത് പറയാതിരിക്കുന്നതിന്റെ കാര്യം, നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങളുടെ വീഴ്ച അംഗീകരിക്കേണ്ടി വരും. നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് സമ്മതിക്കേണ്ടി വരും. നിങ്ങളുടെ MP ഇതിന്റെ ഭാഗമായത് എങ്ങനെയാണ് എന്ന് വിശദീകരിക്കേണ്ടി വരും. അത് നിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഒളിച്ചോടുകയാണ്. ഞാനതാ പറഞ്ഞത്, ആക്രമിച്ച അവരുടെ മുന്നിൽ ആ എം പിയെ പറ്റിയും ആളുകൾ അറിയട്ടെ. ഒരു MP എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപ് സിൻഹ, അയാൾ അറിയാത്ത ഏതോ ഒരു ആൾ പേഴ്സണൽ സ്റ്റാഫ് വഴി ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അങ്ങനെ അയാൾക്ക് നേരിട്ട് ഉത്തരവാദിത്തം ഇല്ലാതെ കിട്ടിയ ഒരു പാസ് അങ്ങനെയൊന്നും അവതരിപ്പിക്കേണ്ടതില്ല. പ്രതാപ് സിൻഹയുടെ ബുദ്ധി, മസ്തിഷ്കം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന് തെളിവുകൾ പുറത്തുണ്ട്. ഒറ്റ സെക്കൻഡ് രാജു. കടുത്ത ഹിന്ദുത്വവാദിയായി BJPയുടെ അരിമയായ ഒരു മാധ്യമ പ്രവർത്തകനാണ് ഈ പ്രതാപ് സിൻഹ. ഞാൻ വരാം ശ്രീ ബി ഗോപാലകൃഷ്ണൻ. ടിപ്പു സുൽത്താൻ ഇസ്ലാമിസ്റ്റുകളുടെ റോൾ മോഡലാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇദ്ദേഹം. ഖുബ്ബകളുടെ ആകൃതിയിൽ ഉണ്ടാക്കിയ ബസ് സ്റ്റേഷനുകൾ കണ്ടാൽ പള്ളി പോലെ തോന്നും. അതിനാൽ ആ പള്ളികളെല്ലാം പൊളിച്ചു മാറ്റുമെന്ന് ഭീഷണിപ്പെടുത്തിയ വിരുദ്ധനാണ് ഈ പ്രതാപ് സിൻഹ. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് പറയാൻ പറ്റും? ആരെയാണ് പൊളിച്ചു മാറ്റേണ്ടത്, ആരാണ് കുഴപ്പക്കാരൻ എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയാത്ത വിധത്തിൽ അദ്ദേഹത്തെ പ്രതിരോധത്തിലാക്കുന്ന യാഥാർത്ഥ്യങ്ങൾ വന്ന് നിൽക്കുന്നു. പിന്നെ എവിടെ പോയി അദ്ദേഹം? ഫോൺ ഓഫാക്കി, വീട് പൂട്ടി, എവിടേക്കോ മുങ്ങി, എങ്ങനെയോ ഒളിച്ചു വന്ന് ഓം ബിർളയെ ഇന്നലെ കണ്ട് കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചു. അവിടെ നിന്ന് അങ്ങ് നിഷ്ക്രമിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിനോട് തിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് പുറത്തൊരു വിശദീകരണവും നൽകരുത് എന്നതാണ്. നാണം കെട്ട അവസ്ഥയിലല്ലേ ഈ MP? ആരോട്? എന്നോടാണോ ചോദിക്കുന്നത്? വരാം ശ്രീ ഗോപാലകൃഷ്ണൻ, വരാം. എനിക്കറിയില്ല ആരോടാ ചോദിക്കുന്നത്. ഇന്ത്യ നാണം കെടുന്ന സാഹചര്യം, ഇന്ത്യയുടെ പാർലമെന്റ് ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞ ലോകത്തിന് മുമ്പിലല്ലേ? ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒളിച്ചോടുകയാണ്. കാരണം എന്താ? ഇത്തരത്തിലുള്ള ക്രീഡങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയ ജനാധിപത്യപരമായിട്ടുള്ള അവകാശം പോലും ഇല്ലാതെയാക്കുകയാണ്. ഇവരെന്നാണ് ഈ പാർലമെന്റിനെയൊക്കെ ഇവർ ബഹുമാനിച്ചിട്ടുള്ളത്? ഞാൻ പറഞ്ഞില്ലേ, മൈക്കിന്റെ മുന്നിലുള്ള തള്ളലുകളല്ല, അതല്ലെങ്കിൽ ഇതിന്റെ മുഴുവൻ ഒരു അവകാശം ഏറ്റെടുക്കലല്ല. ഇന്ത്യയുടെ പരമാധികാരം പോലും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നിഷ്ക്രിയമായിട്ട് മിണ്ടാതിരിക്കുന്ന ഭരണകൂടമാണ്. നമുക്കറിയാലോ, ചൈന കടന്നു കയറി ഒരക്ഷരം വേണ്ടിയിട്ടുണ്ടോ? ചൈന കടന്നു കയറി. ശ്രീ ഗോപാലകൃഷ്ണൻ മറുപടി എന്നിട്ട് എനിക്ക് മറ്റു അതിഥികളിലേക്ക് പോകണം. ശരി രാജു. ശ്രീ ഗോപാലകൃഷ്ണൻ. എനിക്ക് വാസ്തവത്തിൽ ഈ രാജു നായർ ഇങ്ങനെ കിടന്നിട്ട് ആക്രോശം കാട്ടുമ്പോൾ ചിരി വരിക. എന്ത് ചൈനയെ ആക്രമിച്ച് എവിടെ മിസ്റ്റർ, നിങ്ങളുടെ ഗവൺമെൻറ്, ഈ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ഇന്ത്യ ഭരിക്കുമ്പോൾ, സാക്ഷാൽ ജവഹർലാൽ നെഹ്റു ഇന്ത്യ ഭരിക്കുമ്പോഴാണ് 83,000 ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യയുടെ ഭൂമി പുല്ല് മുളയ്ക്കാത്ത ഭൂമിയാണെന്ന് പറഞ്ഞ് ചൈന പിടിച്ചോണ്ട് പോയത്. എന്ത് ചുക്ക നിങ്ങൾ ചെയ്തത്? ഇന്ന് നേർക്ക് നേർ നിന്ന് പോരാടുകയാണ്. ആ പട്ടാളക്കാർ പറയുന്ന ഒരു ഇഞ്ച് ഇങ്ങോട്ട് കയറ്റിയിട്ടില്ല. ധോക്കലാമിലെ ഞാൻ സംസാരിക്കട്ടെ. കൊടുത്തതല്ല, ഇന്ത്യ ചൈനയായിട്ട് യുദ്ധം ചെയ്താണ്. ആ യുദ്ധത്തിൽ ഇന്ത്യയുടെ സ്ഥലം പിടിച്ചെടുത്തിട്ടുണ്ട്. അതാണ് അക്സൈ ചിൻ. അത് ഇന്ത്യ പ്രതിരോധിച്ചതിന് ശേഷം സംഭവിച്ചതാ. നിങ്ങളുടെ പ്രധാനമന്ത്രിയെ പോലെ, നാണംകെട്ടവരെ പോലെ മിണ്ടാതിരുന്ന് കൊടുത്തതല്ല. മനസ്സിലായില്ലേ? ഇന്ത്യ പൊരുതി തോറ്റതാണ്. അതിന് നിങ്ങൾക്കറിയില്ല. ഇവിടെ കയറി, ഇന്ത്യക്കകത്ത് കയറി ഇന്ത്യയുടെ 20 സൈനികരെ ഗാൽവൻ വാലിയിൽ ചൈന കൊന്നപ്പോ ഇന്ത്യക്കകത്തേക്ക് ചൈന കാലുകുത്തിയിട്ടില്ല എന്ന് പറഞ്ഞ ഭീരു ആണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. രാജ്യവിരുദ്ധൻ ആണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. എന്നിട്ട് അത് വെച്ചുകൊണ്ട് ഇന്ത്യ തിരിച്ചടിച്ച് നടത്തിയ യുദ്ധത്തെ നിങ്ങൾ കുറച്ചു കാണിക്കാൻ ശ്രമിക്കുന്നോ? എന്ത് രാഷ്ട്രീയമാണ് നിങ്ങളുടെ? ഇവിടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ പോലും ചൈനയ്ക്കെതിരെ ഒരു കേസ് ബിൽഡ് ചെയ്യാൻ കഴിയാതെ. ശരി ശ്രീ രാജു പിന്നാലെ അദ്ദേഹം മറുപടി പറയട്ടെ. ശ്രീ രാജു പിന്നാലെ അദ്ദേഹം മറുപടി പറയട്ടെ. ശ്രീ ഗോപാലകൃഷ്ണൻ. വേണോ തെണ്ടിത്തരം കാണിക്കരുത്. ചർച്ചയിൽ മാന്യമായ ചർച്ച നടത്തുമ്പോൾ മാന്യമായ സമീപനം സ്വീകരിക്കണം. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ നാണം കെട്ടവെന്ന് വിളിക്കാൻ, സ്വന്തം വീട്ടിലെ അച്ഛനെ നാണം കെട്ടെന്ന് വിളിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല.
ഒരു മാന്യമായ ചർച്ച നടത്താം, മാന്യമായ ചർച്ച നടത്തണം. നാണം കെട്ടവന്നല്ല എന്ത് വിളിക്കും? തുടങ്ങിയിട്ട് തന്റെ വീട്ടിൽ പറയണം, ഇന്ത്യയുടെ പാർലമെന്റ് വന്ന് മറുപടി പറയണം. ആ നാണമില്ലാത്ത ആളെ നാണം കെട്ടവൻ എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. ശരി 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 ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. ഗോപാലകൃഷ്ണൻ, അങ്ങയുടെ ശബ്ദം കേൾക്കാൻ വയ്യ, ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. ശരി ശരി പറഞ്ഞോളൂ. എന്റെ ശബ്ദം അല്ലെങ്കിൽ കേൾക്കാൻ പറ്റില്ല. കേൾക്കുന്നുണ്ടെങ്കിൽ പറയാം, അല്ലെ ഞാൻ പറയില്ല. ശരി ശരി, നമുക്ക് മാന്യമായ പ്രതികരണങ്ങളിലേക്ക് വരാം. ഇരുവരോടും അഭ്യർത്ഥിക്കുകയാണ്. ശരി ശ്രീ ഗോപാലകൃഷ്ണൻ. അപ്പൊ ആ മാന്യമായ സമീപനം സ്വീകരിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് കേട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്ന വഴി ഒന്നുകൂടി പറയാണ്. പ്രധാനമന്ത്രിയെ നാണക്കേട് ധീരം എന്നൊക്കെ വിളിക്കാൻ സ്വന്തം അച്ഛനെ വിളിക്കുന്നത് ഗോപാലകൃഷ്ണൻ വിട്, നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. അത് നിർത്താണ്. ഇനി ഞാൻ വിടുന്നു. വേഷം കെട്ടൊന്നും എന്നോട് വേണ്ട. രാജു പി നായർ അതൊക്കെ തന്റെ വീട്ടിൽ വെച്ചാൽ മതി, മനസ്സിലായല്ലോ? ശരി ശ്രീ രാജു പി നായർ, ശ്രീ ബി ഗോപാലകൃഷ്ണൻ വിഷയത്തിലേക്ക് വരൂ, അല്ലെങ്കിൽ എനിക്ക് മറ്റു അതിഥികളിലേക്ക് പോയിട്ട് ഞാൻ നിങ്ങളിലേക്ക് വരേണ്ടി വരും. ശരി ശരി, രണ്ടുപേരും സഹകരിക്കൂ. രാജുവും പറഞ്ഞു, ഗോപാലകൃഷ്ണൻ മറുപടിയും പറഞ്ഞു. ഇനി ശ്രീ ഗോപാലകൃഷ്ണൻ. രാജു മറുപടി പറഞ്ഞു, അത് കേട്ടു. തന്നോട് പറയണോ? തന്നെ പറയുന്ന തന്റെ അച്ഛനല്ല അപ്പൂപ്പനെ പറയും. ശരി ശരി ശരി, രാജു പി നായരിലേക്കും ബി ഗോപാലകൃഷ്ണനിലേക്കും വരാം. നിങ്ങളൊന്ന് സമാധാനിക്കും. ഞാൻ മറ്റു അതിഥികളിലേക്കൊന്ന് പോവുകയാണ്. ശ്രീ എം.ആർ. അഭിലാഷ്, ഇവിടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇന്ന് എവിടെയാണ് സന്നിഹിതരാകേണ്ടിയിരിക്കുന്നത്? രാജസ്ഥാനിലെ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ എന്ന് പറയുന്നത് പോകാൻ പാടില്ലാത്തൊരിടമല്ല. പക്ഷേ അവിടെയാണോ അദ്ദേഹം സന്നിഹിതനായിരിക്കേണ്ടത്? പിന്നെ അദ്ദേഹം തന്നെ ചെയ്ത് കാട്ടിയിട്ടുണ്ട്. ഈ പുൽവാമയിലെ CRPFന്റെ ഏതാണ് 48ഓളം പേര് ആ വാഹനവ്യൂഹം ആക്രമിക്കപ്പെട്ട സമയത്ത് അദ്ദേഹം ഒരു ഉദ്യാനത്തിലായിരുന്നു. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ രീതി എന്നാണ് നാം എല്ലാം മനസ്സിലാക്കേണ്ടതെങ്കിൽ ഒരു തർക്കവുമില്ല ഈ കാര്യത്തിൽ. അതുകൊണ്ട് പ്രധാനമന്ത്രി ഇന്ന് എവിടെയാണ് ഉണ്ടാകേണ്ടിയിരുന്നത്? ശ്രീ വേണു, വളരെ ഗൗരവകരമായിട്ടുള്ള ഇന്ത്യയുടെ പാർലമെൻറ്റ് വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. ഇന്ത്യയുടെ പാർലമെൻറ്റ് ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ്. UAPA ഇൻവോക്ക് ചെയ്തുകൊണ്ട്, സെക്ഷൻ 15 ഇൻവോക്ക് ചെയ്തുകൊണ്ട് 15ഉം 16ഉം 17ഉം ഇൻവോക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 15 തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ നിർവചനമാണ്. അവിടെ നടന്നിരിക്കുന്നത് നിയമപ്രകാരം ഒരു തീവ്രവാദ പ്രവർത്തനം തന്നെയാണ്. ആൾനാശമുണ്ടായില്ല, കടുത്ത നാശങ്ങൾ മറ്റൊന്നും ഉണ്ടായില്ലെങ്കിൽ കൂടിയും മനുഷ്യൻ്റെ മനസ്സിൽ ഭീതി വിതയ്ക്കുന്ന തരത്തിലുള്ള വലിയ അപ്രതീക്ഷിതമായ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. അതിന് സർക്കാരും ലോക്സഭ എന്ന് പറയുന്ന സ്ഥാപനം സെക്രട്ടേറിയറ്റ് അത് ഹെഡ് ചെയ്യുന്നത് ലോക്സഭാ സ്പീക്കറാണ്. ഇവരെല്ലാവരും അംഗങ്ങളോട് ആൻസറബിൾ ആണ്. ഇത്ര വലിയ ഗുരുതരമായിട്ടുള്ള സെക്യൂരിറ്റി ബ്രീച്ച് നമുക്ക് പറയാൻ കഴിയില്ല. അത് തീവ്രവാദ ആക്രമണം തന്നെയാണ്. അത് ഇൻവോക്ക് ചെയ്തതുകൊണ്ട് 2001 പുറത്തു നിന്നാണ് ആക്രമണം നടന്നത്. 2023 ആയപ്പോൾ പാർലമെന്റിന്റെ ലോക്സഭയുടെ ഉള്ളിൽ തളത്തിലാണ് ആക്രമണം നടന്നിരിക്കുന്നത്. അപ്പോൾ ഉള്ളിൽ നിന്ന് ആക്രമിക്കാൻ തക്ക ത്രാണി എതിരാളികൾ നേടുക എന്ന് മാത്രമല്ല, അവരത് നിർഭയം പ്രകടിപ്പിക്കുകയും ചെയ്തു. അത് വളരെ ഗൗരവകരമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ 2001 ഇന്ത്യയുടെ സെക്യൂരിറ്റി ഫോഴ്സസിന്റെ ശക്തി പ്രകടിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അകത്തേക്ക് കയറാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇവിടെ ഈ ഒരു 3 ലെയറുള്ള ഈ സെക്യൂരിറ്റി 3 ഏജൻസികളുടെ കയ്യിലൂടെ റൺ ചെയ്യപ്പെടുന്ന ഈ സെക്യൂരിറ്റി സിസ്റ്റം ഭേദിച്ചവർ അകത്ത് കയറി എന്ന് മാത്രമല്ല, അവിടെ പാർലമെന്റ് സെക്യൂരിറ്റി സർവീസസിന് ഇടപെടാൻ കഴിയുന്നതിന് മുമ്പേ പാർലമെന്റേറിയൻസിന് സ്വയം പ്രതിരോധിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പാർലമെന്റ് അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ തന്നെയാണ്, നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികളാണ്. അവർ ഇന്ത്യയുടെ ജനാധിപത്യത്തിനെ പ്രതിനിധീകരിക്കുന്നു. ഏറ്റവും പാവനമായിട്ടുള്ള ആ സ്ഥലം ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഉത്തരം പറയുവാൻ സർക്കാരും ലോക്സഭാ സെക്രട്ടേറിയറ്റും പ്രതിനിധികളോട് ഉത്തരം പറയുവാൻ ബാധ്യസ്ഥരാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 75(3) വകുപ്പ് അനുച്ഛേദം പ്രകാരം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെന്റിനോട് റെസ്പോൺസിബിൾ ആണ്. അവർ സമാഹിതമായിട്ട് അവർ ലോക്സഭയോട് ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. ഇത്ര ഗുരുതരമായിട്ടുള്ള ഈ പ്രതിപക്ഷം മുഴുവൻ ശക്തമായി ഉന്നയിക്കുന്നത് പ്രതിപക്ഷത്തിന് മാത്രം അവ്യക്തതയുള്ള ഏതെങ്കിലും ഒരു കാര്യമല്ല, ഈ രാജ്യത്തിന് മുഴുവൻ വ്യക്തത വേണ്ട വിഷയമാണ്, അല്ലേ? അത് ചോദിക്കാൻ വേണ്ടി ബാധ്യസ്ഥരായിരിക്കുന്നവരാണ് ആ പ്രതിപക്ഷവും, മറുപടി പറയാൻ അതുപോലെ തന്നെ ബാധ്യസ്ഥരായിരിക്കുന്നവരാണ് ഭരണപക്ഷവും.
പ്രധാനമന്ത്രി ഇതേ പാർലമെന്റ് കെട്ടിടത്തിനകത്ത് മന്ത്രിമാരുമായി ആശയവിനിമയം നടത്തുക, അമിത്ഷാ പുറത്തൊരു സ്വകാര്യ മാധ്യമത്തോട് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തുക, ഡെറക് ഒബ്രിയാൻ രാവിലെ എവിടെ നിന്നു, എത്ര ഇഞ്ച് ഇങ്ങോട്ട് മാറി, എത്ര ഇഞ്ച് അങ്ങോട്ട് മാറി എന്ന് അളവെടുക്കുന്ന ജഗ്ദീപ് ധൻഖറും, നിങ്ങളോട് ഞാൻ ഇന്നലെ ഇരുന്ന് കൂട്ടായി ചർച്ച നടത്തിയതല്ലേ, ഇനി ഇക്കാര്യത്തിൽ ഇവിടെ മിണ്ടിക്കൂടാ എന്ന് പറയുന്ന ഓം ബിർളയും, അല്ലേ, ഈ അമിത്ഷായ്ക്കെതിരെ മുദ്രാവാക്യം മുഴക്കുമ്പോൾ തിരിച്ചു വന്ന് വീണ്ടും ഇവരെ സസ്പെൻഡ് ചെയ്യുന്ന ഓം ബിർളയും കാണുന്നില്ലേ ഈ അവകാശ ലംഘനം? ഈ രണ്ടുപേരും നടത്തുന്നതും അവകാശ ലംഘനമല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഹോം മിനിസ്റ്റർ തന്നെയാണ് ഒരു കമ്മിറ്റി ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഇത് സംബന്ധിച്ചിട്ടുള്ള എൻക്വയറി നടത്തുവാൻ വേണ്ടി. അങ്ങനെ വരുമ്പോൾ ഹോം മിനിസ്ട്രിക്ക് തന്നെ CRPFന്റെ DG ആണ് ഇതിനെ ഹെഡ് ചെയ്യുന്നത്. അപ്പോൾ ഹോം മിനിസ്റ്റർ തന്നെ അല്ലെങ്കിൽ ഹോം മിനിസ്ട്രി തന്നെ അക്നോളജ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ഒരു സെക്യൂരിറ്റി ലാപ്സ് ഉണ്ടായി, പാരാമിലിറ്ററി ഫോഴ്സിന്റെ ഹെഡിനെയാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസറബിൾ ആയിട്ടുള്ളത് ഹോം മിനിസ്ട്രി ആണ് എന്നുള്ളത് ഹോം മിനിസ്ട്രിക്ക് തന്നെ അറിയാം. എന്നിരിക്കെ 75(3) ആർട്ടിക്കിൾ പ്രകാരം ലോക്സഭയിൽ ഇത് സംബന്ധിച്ച് പാർലമെന്റിന്റെ 2 സഭകളോട് ഒരു ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണെങ്കിൽ കൂടിയും ഇവിടെ ലോക്സഭയിലാണ് അക്രമം നടന്നിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം കണക്കിലെടുത്ത് രണ്ടുപേരും സഭയിൽ സന്നിഹിതരായി സഭയിലെ അംഗങ്ങൾക്ക് ഇത് സംബന്ധിച്ച് ഈ സഭയിലെ അംഗങ്ങൾക്ക് മാത്രമല്ല രാജ്യത്തെ ജനാധിപത്യത്തോട് മുഴുവൻ ഉത്തരം പറയാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ അത് സംഭവിക്കുന്നില്ല, പാർലമെന്റേറിയൻസിനെ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവകരമായിട്ടുള്ള കാര്യമാണ്. ദാറ്റ്സ് എ ബ്രീച്ച് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോമിസ്. പിന്നെ സന്ദർഭവശാൽ നിലവാരം കെട്ട ഒരു തലത്തിലേക്ക് ചർച്ച പോകുന്നത് വളരെ ദൗർഭാഗ്യകരമാണ് ശ്രീ വേണു. പാർലമെന്ററി അല്ലാത്ത പദപ്രയോഗങ്ങൾ എടുത്തുപയോഗിക്കുമ്പോൾ ശരിക്കും ഇവിടെ ഇരിക്കുന്ന ഓരോ അംഗത്തിനും അത് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ശ്രീ രാജു പി നായരും ശ്രീ ബി ഗോപാലകൃഷ്ണനും ഭാഷയിൽ ചർച്ച നടക്കും. അതെ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തുടർന്ന് പെരുമാറുമെന്ന് തന്നെയാണ് കരുതേണ്ടത്. അവർക്ക് നല്ല പക്വതയുള്ളവരാണല്ലോ, ദീർഘകാലമായി ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കുന്നവരുമാണല്ലോ. ഞാൻ അവരിലേക്ക് വരാം. അതിനു മുമ്പ് അഡ്വക്കേറ്റ് പ്രമോദ് പുഴങ്കര, ഇവിടെ ഇപ്പോൾ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇതേപ്പറ്റി പ്രതികരിക്കാതിരിക്കുന്നത് യാദൃച്ഛികമാണോ? ഒരു പ്രത്യേക കൂട്ടരെ അവരുടെ വേഷം കൊണ്ട് തിരിച്ചറിയാൻ കഴിയുന്ന വിദഗ്ധനാണല്ലോ പ്രധാനമന്ത്രി. ഈ വന്നവരുടെ വേഷം കണ്ടിട്ട് അദ്ദേഹത്തിന് മനസ്സിലാകാത്തത് കൊണ്ടാണോ? അപ്പോൾ അത്തരം ആഖ്യാനങ്ങൾ സാധ്യമല്ലാത്തൊരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. അതിനൊരു ആധികാരികത നൽകുക എന്ന് വെച്ചാൽ അതിവർ മുന്നോട്ട് വയ്ക്കുന്ന ഈ ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട തീവ്രമായ നിലപാടുകൾ അതിന് തിരിച്ചടിയാകും. അത് കണ്ടുകൊണ്ട്, അതായത് അത്രയും സങ്കുചിതമായ രാഷ്ട്രീയത്തിലേക്ക് ചുരുങ്ങിക്കൊണ്ടാണ് ഈ മൗനം കുറ്റകരമായ മൗനം എന്നല്ലേ കരുതേണ്ടത്? വാസ്തവത്തിൽ BJP തങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ രാജ്യത്തെ സ്നേഹിക്കുന്നതും രാജ്യത്തിൻ്റെ രക്ഷയെ പാലിക്കുന്നതും ദേശത്തിൻ്റെ കാവൽക്കാരുമായിട്ടുള്ള ഏക ദേശാഭിമാനികളായിട്ടുള്ള കൂട്ടർ എന്നുള്ള രീതിയിലാണ് BJP തങ്ങളെ അവതരിപ്പിക്കുന്നത് എന്ന് മാത്രമല്ല, ബാക്കിയുള്ളവരെല്ലാം BJP എതിർക്കുന്നവരെല്ലാം രാജ്യദ്രോഹികൾ, അദാനിയെ എതിർക്കുന്നവരെല്ലാം ദേശദ്രോഹികൾ, മോദിയെ എതിർക്കുന്നവരെല്ലാം രാജ്യദ്രോഹികൾ, ഇങ്ങനെയാണല്ലോ അവതരിപ്പിക്കുന്നത്. ലിറ്ററലി നരേന്ദ്രമോദിയെ എതിർത്ത് 400 ചില്ലാനം പേർക്കെതിരെ അദ്ദേഹത്തിനെതിരെ അഭിപ്രായം പറഞ്ഞ 400 ചില്ലാനം പേർക്കെതിരെയോ മറ്റോ ആണ് കേസെടുത്തതും അതിൽ 150-ലേറെ പേർക്ക് രാജ്യദ്രോഹത്തിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഞാൻ പറയുന്നത്, ഇങ്ങനെ രാജ്യസ്നേഹത്തിൻ്റെയും ദേശാഭിമാനത്തിൻ്റെയും കുത്തക കൈവശം വയ്ക്കുകയും 56 ഇഞ്ച് നെഞ്ചളവോടുകൂടി രാജ്യത്തെ പാലിക്കുന്ന ഹിന്ദു രാജാവായി ചക്രവർത്തിയായി സ്വയം അഭിഷേകം ചെയ്യുകയും ചെയ്യുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ സംവിധാനം നിലനിൽക്കുമ്പോൾ പാർലമെന്റിന്റെ നടുത്തളത്തിലേക്ക് മുകളിൽ നിന്നും എടുത്തു ചാടി അതിൻ്റെ ബെഞ്ചുകളിലൂടെ വരയാടുകളെ പോലെ ചാടിപ്പോകുന്ന പാർലമെന്റ് അംഗങ്ങളല്ലാത്ത മനുഷ്യർ, പാർലമെന്റ് അംഗങ്ങൾ അങ്ങനെ ചാടുന്നത് ഇന്ത്യയിൽ അസാധാരണമല്ല, പക്ഷേ അങ്ങനെ അല്ലാത്തവർ ചാടിപ്പോകുന്നത് നരേന്ദ്രമോദിയുടെ ഈ സർവശക്തമായ ഭരണകൂടത്തിന് കീഴിലാണ് നടക്കുന്നത് എന്നുള്ളതിന് ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പാർലമെന്റിൽ വന്ന് സ്വന്തം പാർലമെന്റിനോട് ഉത്തരം പറയുകയെങ്കിലും ചെയ്യേണ്ടേ. അത് ചെയ്യാതിരിക്കുന്നത് അവർക്ക് ഇതിൽ നിന്നും അവരുടെ പതിവ് വ്യാഖ്യാനങ്ങളും ആഖ്യാന പദ്ധതികളും ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ്. എന്താണ് പതിവാഖ്യാനം? മുസ്ലിങ്ങളാണ് അത് ചെയ്തത്, മുസ്ലിങ്ങൾ ഇന്ത്യക്കെതിരാണ്, ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെല്ലാം രാജ്യദ്രോഹികളാണ്, അവർക്ക് വേണ്ടി സംസാരിക്കുന്നവർ രാജ്യദ്രോഹികളാണ്, ഇടതുപക്ഷക്കാർ രാജ്യദ്രോഹികളാണ്, ടുക്ഡ ഗാങ് ആണ്, ദേശദ്രോഹികളാണ്. ഇങ്ങനെയുള്ള നിരവധിയായ ആഖ്യാനങ്ങളിലൂടെ അവർ എടുത്തുകൊണ്ടുവന്ന ഒരു ഹിന്ദുത്വ ഫാഷിസത്തിന്റെ ഒരു രാഷ്ട്രീയ പദ്ധതി വളരെ ദുർബലമായി പൊളിഞ്ഞ് താഴത്ത് കിടക്കുന്നതിൻ്റെ ഭാഗമായതുകൊണ്ടാണ് അവർക്കിത് പറയാനാകാത്തത്. മറ്റൊന്ന്, എങ്ങനെയാണ് ഇത്തരത്തിൽ ഇത്രയും ഗുരുതരമായ
സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ട്, ഇതൊരു സുരക്ഷാ വീഴ്ച മാത്രമാണോ എന്നുള്ളത് വേറെ കാര്യം, സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ട് ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും പാർലമെന്റിനോടും ജനങ്ങളോടും അതിൻ്റെ വിവരങ്ങൾ പറയാത്തത് എന്തുകൊണ്ട് എന്നുള്ളതിന് ഇന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ അവരുടെ മൗനം മാത്രമല്ല ഉത്തരം പറയുന്നത്. അവർ നേരത്തെ പറഞ്ഞ പോലെ ഈ രാജ്യത്തിനോട് നിരന്തരമായി പറയുന്ന രാഷ്ട്രീയമായ ആക്രോശങ്ങളും നുണകളും ഒപ്പം തന്നെ പാർലമെന്റിൽ സമാനമായ സംഭവങ്ങളിൽ ഇവർ പാലിച്ച മൗനവുമാണ് ഉത്തരം. ഉദാഹരണത്തിന് നരേന്ദ്രമോദിയെ നോക്കൂ. അദ്ദേഹത്തിന് ഇന്ത്യൻ പാർലമെന്റിനോടോ ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയോടോ ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള ഒരു ഭരണ സംവിധാനം എന്ന നിലയോടോ യാതൊരു വിധത്തിലുള്ള പ്രതിബദ്ധതയും നരേന്ദ്രമോദിക്കുമില്ല, അതുപോലെ തന്നെ BJP എന്നുള്ള ഒരു ഫാഷിസ്റ്റ് സർക്കാരിനുമില്ല. അവർ നേരത്തെ തന്നെ പറഞ്ഞ പോലെ BJP വേറൊരു പാർട്ടിയല്ല, വേറിട്ടൊരു പാർട്ടിയാണെന്നാണല്ലോ BJP എല്ലാ കാലത്തും പറയാറുള്ളത്. ശരിയാണ്, അവർ വേറിട്ടൊരു പാർട്ടിയാണ്. കാരണം അവരൊരു ജനാധിപത്യ പാർട്ടിയല്ല, അവരൊരു ഹിന്ദുത്വ ഫാഷിസ്റ്റ് രാഷ്ട്രീയ കക്ഷിയാണ്. നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഇന്ത്യയിലെ മറ്റ് പ്രധാനമന്ത്രിമാരെ പോലെയല്ല, അതിഭീകരമായ രീതിയിലുള്ള വർഗീയ കലാപങ്ങൾ ആസൂത്രണം ചെയ്തതിൻ്റെ സംശയത്തിൻ്റെയും സന്ദേഹങ്ങളുടെയും മുനയിൽ ഇപ്പോഴും നിൽക്കുന്ന അത്തരത്തിലുള്ള ഒരു ക്ലിനിക്കൽ ഫാഷിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളാണ് ഒപ്പം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സവിശേഷവും അപകടകരവുമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ത്യൻ ജനാധിപത്യം കടന്നു പോകുന്നത്. എന്തുകൊണ്ടാണ് അവർ പാർലമെന്റിൽ ഉത്തരം പറയാത്തത്? നോക്കൂ, ഇന്ത്യൻ പാർലമെന്റിൽ ഒരൊറ്റ കാര്യം കൂടി പറയട്ടെ, ഇന്ത്യൻ പാർലമെന്റിൽ മോദി എപ്പോഴാ ഇത്തരത്തിൽ ഉത്തരം പറഞ്ഞിട്ടുള്ളത്? ഈ കഴിഞ്ഞ ഇത്രയും കാലത്തിനിടയിൽ ആകെ കൂടി നോ കോൺഫിഡൻസ് മോഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ പ്രധാനമന്ത്രി മാൻഡേറ്ററി ആയിട്ട് ഉത്തരം പറയേണ്ട ഘട്ടം വരുമ്പോൾ, പ്രസംഗിക്കേണ്ട ഘട്ടം വരുമ്പോൾ മാത്രമാണ് ഒരു റേഡിയോ പ്രഭാഷണം പോലെ അദ്ദേഹം പാർലമെന്റിൽ സംസാരിക്കാറ്. അതിനു മുമ്പ് ഇവർ മൗനി പ്രധാനമന്ത്രിയെ കൊണ്ട് സംസാരിപ്പിക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ തവണ അവിശ്വാസ പ്രമേയം എന്ന് പറയുന്ന കാര്യവുമായി വരാൻ പ്രതിപക്ഷം നിർബന്ധിതമായത്. പ്രമോദിന് തുടരാം. ഇനി ചുരുക്കി പറയണമെന്ന് കൂടെ ഞാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. അതെ, യെസ്, അതായത് മൻമോഹൻ സിംഗ്, ഇവർ മൗനി ബാബ എന്ന് ആക്ഷേപിച്ച മൻമോഹൻ സിംഗ് 50 തവണയും 6 കൊല്ലത്തിനുള്ളിൽ ഇവരുടെ തന്നെ നേതാവായിരുന്ന അടൽ ബിഹാരി വാജ്പേയി 6 കൊല്ലത്തിൽ 77 തവണയും സംസാരിച്ചപ്പോൾ നരേന്ദ്രമോദി അദ്ദേഹത്തിന് സംസാരിക്കാൻ ഒഴിവാക്കാൻ പറ്റാത്ത ഘട്ടങ്ങളിൽ മാത്രം ഏതാണ്ട് 30 തവണ മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത്. അതായത് കൊല്ലത്തിൽ 3 തവണയാണ് മോദി ഇതുവരെ സംസാരിച്ചിട്ടുള്ളത്. 2021 ഒരു കണക്കിൽ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ 11.5 മണിക്കൂർ മോദി അവിടെ പൊതുയോഗങ്ങളിൽ സംസാരിച്ചപ്പോൾ പാർലമെന്റിൽ ഒന്നിച്ചില്ലാനും മണിക്കൂർ സംസാരിച്ചിട്ടില്ല മോദി. അതായത് പാർലമെന്റിനെ വെറും നോക്കുകുത്തിയാക്കി നിർത്തുകയും ആൾക്കൂട്ടങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കുകയും ചെയ്യുന്ന തനി ഫാഷിസ്റ്റ് രാഷ്ട്രീയമാണ് ഇവർ പ്രയോഗിക്കുന്നത്. മറ്റൊന്നുകൂടി പറയാം, ഇത്തരം ആക്രമണങ്ങളിൽ BJPയുടെ പങ്ക് എന്താണെന്ന് കൂടി ഓരോ തവണയും അന്വേഷിക്കണം. അത് 2001 പാർലമെന്റ് ആക്രമണമായാലും ശരി, പുൽവാമ ബാൽക്കോട്ട് ആക്രമണമായാലും ശരി, അതിന് ശേഷമുള്ള പലതരം ആക്രമണങ്ങളും ഇപ്പോഴുമുള്ള ആക്രമണമായാലും ശരി, തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള വലിയ അരക്ഷിതാവസ്ഥ, ഭീകരാവസ്ഥ രാജ്യത്തുണ്ട് എന്ന് വരുത്തുകയും അതിന്റെ ഗുണഭോക്താക്കളാകുകയും ചെയ്യുന്ന ഒരു ഫാഷിസ്റ്റ് രാഷ്ട്രീയ പദ്ധതി BJPയുടെ തെരഞ്ഞെടുപ്പ് അടവാണ് എന്നുള്ള സംശയം നാൾക്ക് നാൾ ശക്തി വരികയാണ്. അത് അന്വേഷിക്കുകയും ചെയ്യണം. ശരി പ്രമോദ്. ശ്രീ B ഗോപാലകൃഷ്ണൻ, ഞാൻ അങ്ങേ നല്ല രൂപത്തിൽ പ്രതികരിക്കുമെന്ന പ്രതീക്ഷയോടെ ഹാർദമായി വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് ഈ ചർച്ചയിലേക്ക്. അങ്ങേക്ക് മറുപടി പറയാം. തീർച്ചയായിട്ടും താങ്കൾ പ്രതീക്ഷിക്കുന്നത് പോലെ വളരെ നന്നായിട്ട് നല്ല ഭാഷയിൽ മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ, ഞാൻ ഇനി സംസാരിക്കുകയുള്ളൂ. പക്ഷെ ഒരു അഭ്യർത്ഥനയുണ്ട്. ഒരു പദപ്രയോഗങ്ങൾ പ്രധാനമന്ത്രിയെക്കുറിച്ചും അതുപോലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെക്കുറിച്ചും ഇവിടെ ജനാധിപത്യത്തിൻ്റെ വലിയ മഹത്വം പറയുന്ന ആളുകൾ അവരുപയോഗിക്കുന്ന വാക്കുകളും കൂടി ശ്രദ്ധിക്കണം. ഇത്രയും മോശമായ പരാമർശങ്ങൾ ഉപയോഗിക്കരുത്. അപ്പോൾ റിയാക്ട് ചെയ്യേണ്ടി വരും. 1. 2, ഒരാൾ പറയുമ്പോഴും ഞാൻ ഇടയിൽ പറയാറില്ല. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ ഒരാൾ കയറി വല്ലാതെ ബഹളം വെച്ച് മോശമായി സംസാരിക്കുമ്പം വേണുവിനെ പോലുള്ള ആങ്കർ അത് തടയേണ്ടതാണ്. എന്തായാലും അത് സംഭവിച്ചു. നമ്മൾ വീണ്ടും ചർച്ചയിലേക്ക് വരികയാണ്. ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിൽ വളരെ ഗൗരവമായിട്ട് സംസാരിക്കേണ്ട, ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണിത്. നേരത്തെ എൻ്റെ സുഹൃത്ത് അഭിലാഷ് പറഞ്ഞതുപോലെ നമ്മളത്ര നിസ്സാരമായി കാണേണ്ടതായിട്ടുള്ളൊരു വസ്തുതയല്ല. പാർലമെൻറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലാണ്. പക്ഷേ പാർലമെൻറ്റിൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് സ്പീക്കറുടെ ചുമതലയാണെങ്കിൽ പോലും നമ്മൾ ആ പാർലമെൻറ്റിലെ സെക്യൂരിറ്റി ആ വീഴ്ചയെ തീർച്ചയായിട്ടും ഗൗരവമായിട്ട് എടുക്കണം. അതെടുക്കുന്ന സമയത്ത് ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് നിൽക്കണം. ഒരുമിച്ച് നിന്നുകൊണ്ടാണ് അത്തരത്തിലുള്ള വീഴ്ചകളെ നമ്മൾ പരിശോധിക്കേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ടാണ് റൂൾ 267 പ്രകാരം മല്ലികാർജുന ഖാർഗെ
ഈ വിഷയം വന്ന സമയത്ത് ചർച്ച വേണം എന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫ്ലോറിലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തതുമാണ്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം വേണമെന്ന് പറഞ്ഞു. അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അതിനു വേണ്ടിയിട്ടുള്ള അംഗങ്ങളെ നിശ്ചയിച്ചു. ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായി നടന്നിട്ടുണ്ട്. ഇനി അതിനുശേഷം ഇപ്പം എനിക്ക് വിരോധമില്ല നരേന്ദ്രമോദിയെ ഫാഷിസ്റ്റാണെന്നും നരേന്ദ്രമോദി ഫാഷിസ്റ്റാണ് അതുകൊണ്ട് സംസാരിക്കാത്ത, അതൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായമാണ്. ഞാൻ ആ അഭിപ്രായം അവർക്ക് പറയാനുള്ള അവകാശമുള്ളതുകൊണ്ട് ഞാൻ അതിനെ ഒന്നും എതിർക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ 2-3 ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. ആ ചോദിക്കാനുള്ള ചോദ്യത്തിന് ഇവിടെ ഇരിക്കുന്ന പലർക്കും ഉത്തരം പറയേണ്ടി വരും. ഒന്നാമത്തെ ചോദ്യം, ഇത് ആദ്യമായിട്ടല്ല, 2001 ആദ്യമായിട്ടല്ല, 1974 പിസ്റ്റളുമായിട്ട് പാർലമെൻറ്റിൽ ഇറങ്ങി ബഹളം വെച്ചിട്ടുണ്ട്. 1926 ജൂലൈ 26 ഏപ്രിൽ 11 ഉണ്ടായി. അതിനുശേഷം ജൂലൈ 26 ഉണ്ടായി. ഏറ്റവും അവസാനം 1999, കാരണം ഞാൻ പഴയ കാലത്തേക്ക് പോകുന്നില്ല, 1999 ഇതേപോലെ തന്നെ 10 പാർലമെൻറ്റിനുള്ളിലേക്ക് ഗാലറിയിൽ നിന്ന് ചാടി. ആ ചാടി വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. സ്പീക്കറുടെ അടുത്തേക്ക് ഓടി ചെന്നു, വലിയ പ്രശ്നമുണ്ടാക്കി. അന്ന് BJP ഉണ്ട്. BJP അന്ന് അന്നത്തെ പ്രധാനമന്ത്രിയോടും അന്നത്തെ ഹോം മിനിസ്റ്ററും ഏതെങ്കിലും തരത്തിൽ ഇതിൽ കുറ്റവാളിയാണ് എന്ന ആരോപണം ഉന്നയിച്ചോ? ഉന്നയിച്ചില്ല. നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോളൂ. ഞാനത് പഠിച്ച് നോക്കിയിട്ടാണ് വന്നത്. 1999 10th ജനുവരി ആ ദിവസമാണത് ഉണ്ടായത്. എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് പാർലമെൻറ്റിൻ്റെ പ്രശ്നമാണ്, അത് ശക്തമായ രീതിയിൽ അത് നേരിടണമെന്ന് പറഞ്ഞ് ഒരുമിച്ച് നിൽക്കുകയാണ് ചെയ്തത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം യുദ്ധം ചെയ്യുകയല്ല ചെയ്തത്. ഒരിക്കലും അത് ചെയ്യാനും പാടില്ല എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ പ്രവർത്തകനാണ്. അതുകൊണ്ടാണ് പണ്ട് ശരിയോ തെറ്റോ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പക്ഷെ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധമുണ്ടായ സമയത്ത് ജനസംഘത്തിൻ്റെ നേതാവ് അടൽ ബിഹാരി വാജ്പേയി പാർലമെൻറ്റിൽ പറഞ്ഞത് ഈ സമയത്ത് യുദ്ധമാണ്. യുദ്ധത്തിൻ്റെ സമയത്ത് ഇന്ദിരാഗാന്ധിയുടെ ഒപ്പം നിന്ന്, അന്നത്തെ ബംഗ്ലാദേശ് യുദ്ധത്തിൻ്റെ സമയത്തൊക്കെ ഇന്ദിരാഗാന്ധിയുടെ ഒപ്പം നിന്ന് ഞങ്ങൾ പോരാടും, ഞങ്ങൾ പ്രതിപക്ഷം മുഴുവൻ എന്ന് പറഞ്ഞത്. അമേരിക്കയിൽ ആ തിയാൻമൻ സ്ക്വയർ തകർത്ത സമയത്ത്, ടിയാൻമൻ സ്ക്വയറിലെ സംഭവമല്ല, അമേരിക്കയിലെ സംഭവ സമയത്ത് ഒരു കുഞ്ഞിനെ എടുത്തു വെച്ചിട്ട് അമേരിക്കൻ ഫ്ലാഗ് ഉയർത്തി ജനം മുഴുവൻ ഒരുമിച്ച് നിന്നതുപോലെ വലിയ ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ്. ആ ഗൗരവമായിട്ടുള്ള ഒരു വിഷയത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് നിന്ന് പോരാടണം. ഇനി അടുത്തൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ ചാടിയ ആളുകൾ, 1 മിനിറ്റോടെ തന്നാൽ മതി, എനിക്കൊരു സെക്കൻഡ് കൂടി തന്നാൽ മതി, ഞാൻ എൻ്റെ ചോദ്യം ഒന്ന് ചോദിച്ചോട്ടെ. ഈ ചാടിയ ആൾക്കാരുണ്ടല്ലോ, ഇപ്പോൾ നീലം, ആ നീലവും അതുപോലെ അമൽ ഷിൻഡെയും, ഇവരൊക്കെ ആരാണ് വേണു? അതും കൂടി നമ്മൾ അറിയണമല്ലോ. ഇവർ ജോഡോ യാത്രയിൽ പങ്കെടുത്ത ആളുകളല്ലേ? എൻ്റെ കയ്യിൽ അതിൻ്റെ ഫോട്ടോ വന്നിട്ടുണ്ട്. ഇനി അമൂൽ ഷിൻഡെ എന്ന് പറയുന്ന ആൾ, ഇതുമായി ബന്ധപ്പെട്ട ആൾക്ക് വേണ്ടിയിട്ട് കോടതിയിൽ ഇറങ്ങിയിരിക്കുന്നത് ഒരുപക്ഷെ അഭിലാഷിന് അറിയുമായിരിക്കും. ഞാനിപ്പോൾ എനിക്ക് കിട്ടിയ ഇപ്പോഴത്തെ ഒരു വാർത്ത അനുസരിച്ച് അഡ്വക്കേറ്റ് സെറോഡ് എന്ന് പറയുന്ന ആളാണ് കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയുടെ റൈറ്റ് ഹാൻഡാണ്. അവർക്ക് മനോരഞ്ജനാരാണ് താങ്കൾ ഈ അന്വേഷണത്തിൽ പഠനത്തിൽ മുഴുകിയ ആളായതുകൊണ്ട് ചോദിക്കുകയാണ്. മനോരഞ്ജനാരാണ്? മനോരഞ്ജന്റെ കുടുംബത്തിന്റെ രാഷ്ട്രീയം എന്താണ്? മനോരഞ്ജന്റെ അച്ഛൻ ഏത് പാർട്ടിക്കാരനാണ്? ഞാൻ മുഴുവൻ പറഞ്ഞുതരാമെന്ന്. ഞാൻ നിങ്ങൾ പറയുമ്പോൾ ഞാൻ ഒന്നും വേണ്ടിയിട്ടില്ല, ഞാൻ പറഞ്ഞുതരാം. മനോരഞ്ജനുമായി ബന്ധപ്പെട്ടിട്ട് അയാളുടെ അച്ഛൻ ഒരു കർഷക കുടുംബമാണ്. ആ കർഷക കുടുംബം മൈസൂരുമായി ബന്ധപ്പെട്ട് വലിയ കർഷക ലീഡർഷിപ്പിലുള്ള ആളാണ്. അയാൾ സ്വാഭാവികമായിട്ടും ഇതുമായിട്ട് സംസാരിച്ച് പാസ് മേടിച്ചിട്ടുണ്ടാവും. ഞാനതിനെ ഒന്നും എതിർക്കുന്നില്ല, ഞാൻ ഇതിനെ ഒന്നും ന്യായീകരിക്കാൻ തയ്യാറല്ല. അതുപോലെ ജോഡോ യാത്രയിൽ എത്ര ആളുകളാണ് നമുക്ക് തിരഞ്ഞു കണ്ടുപിടിക്കാൻ കഴിയാത്ത അത്രയും വലിയ ആൾക്കൂട്ടത്തിന്റെ അനുയാത്ര ഉണ്ടായിരുന്നല്ലോ. അതിൽ നിന്ന് ഒരാളെ കണ്ടെത്തി ആ ജോഡോ യാത്രയുടെ ബന്ധം കണ്ടെത്തി, അല്ലല്ല അത് രാഷ്ട്രീയമായി എത്ര ശക്തമായ ബന്ധമെന്ന അവതരിപ്പിക്കുന്ന അങ്ങ് മനോരഞ്ജന്റെ അച്ഛനെ പറ്റി പറയുമ്പോഴോ പറഞ്ഞോളൂ. തീർത്തോട്ടെ. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അങ്ങനെ ആയിരങ്ങളിൽ ഒരാളല്ല. രാഹുൽ ഗാന്ധിയുടെ കൂടെ വലങ്കൈ ആയിട്ട് നിൽക്കുന്ന ആളുടെ പേരാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഈ നീലം എന്ന് പറയുന്ന ആ പെൺകുട്ടി മറ്റേ ഹരിയാനയിൽ കോൺഗ്രസിന് വേണ്ടിയിട്ട് വേദിയോട് വേദികളിൽ വളരെ ഗൗരവമായിട്ട് കോൺഗ്രസിന് വേണ്ടി യുദ്ധം ചെയ്തിട്ടുള്ള, ബാറ്റൺ പിടിച്ചിട്ടുള്ള, പ്രചരണ രംഗത്തുള്ള സ്ത്രീയാണ് എത്രയോ കാലങ്ങളായിട്ട്. പക്ഷേ ഇതൊക്കെ പറയുന്നത് ഞാൻ ഇവരൊക്കെ വേറെ രീതിയിൽ അതല്ല, ഇവരുടെയൊക്കെ പശ്ചാത്തലവും ഇതാണ്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ട് എന്ന് ഒരു ആങ്കർ എന്ന നിലയിൽ നാം ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ ഈ കാര്യം കൂടി വേണം പറയണം. മനോരഞ്ജൻ അയാളുടെ അച്ഛൻ, അവരുടെ രാഷ്ട്രീയ ബന്ധം എന്ത്, അതും കൂടി ഒന്ന് പറയണം.
അല്ല, നിങ്ങളെ പറഞ്ഞോന്ന്, ഞാനത് നിഷേധിക്കുന്നില്ലല്ലോ. അവരുടെ രാഷ്ട്രീയ ബന്ധം എന്താണെന്ന് പറഞ്ഞോളൂ. ഞാൻ ശരി ശരി പറഞ്ഞല്ലോ, ശരി ശരി അവിടെ വിടുന്നു. ശരി ശരി, അത് മതി അത് മതി അത് മതി, കേൾക്കുന്നവർക്ക് അത് മതിയല്ലോ. ശ്രീ രാജു പി നായർ, ശരി ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ശ്രീ രാജു പി നായർ ഒറ്റക്കെട്ടായി നിന്ന് എതിർക്കണമെന്നാണ് പറയുന്നത്. ഒറ്റക്കെട്ടായി നിന്ന് എതിർക്കണമെന്ന്. നിങ്ങൾ എന്താണ് ആ കെട്ട് മുറിക്കുന്നത്? വേണു, ഇവിടെ അത്തരത്തിൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കാത്തതിൻ്റെ യാതൊരു കുഴപ്പമില്ല. ആരെങ്കിലും നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ അമിത്ഷായോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇതിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞോ? എന്താ കോൺഗ്രസ് ആവശ്യപ്പെട്ടത്? കോൺഗ്രസ് ആവശ്യപ്പെട്ടത് ആ കൂടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി, വേണ്ട, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി പാർലമെന്റ് സെഷനിൽ നിൽക്കുമ്പോൾ അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തണമെന്ന് മാത്രമാണ് പറഞ്ഞത്. അത് ജനാധിപത്യത്തിൽ ഏറ്റവും ന്യായമായ ആവശ്യമല്ലേ? ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ ആക്രമണം നടന്നപ്പോൾ ആ ആക്രമിയെ കീഴ്പ്പെടുത്തിയതാരാ? ഒരു കോൺഗ്രസിന്റെ MP അല്ലേ കീഴ്പ്പെടുത്തിയത്? ഇവിടെ ആരാണ് ഈ സർക്കാരിൻ്റെ ഒപ്പം നിൽക്കാത്തത്? ഏത് യുദ്ധത്തിന്റെ സമയത്താണ് സർക്കാരുകൾക്കൊപ്പം പ്രതിപക്ഷം നിൽക്കാത്തത്? ഞാൻ BJP ഞാൻ ഒഴിക്കുന്നില്ല, അതിനൊക്കെയുള്ള വിവേകമുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഇവിടെ കാർഗിൽ യുദ്ധം നടന്നപ്പോൾ എന്താ കോൺഗ്രസ് പാകിസ്ഥാനൊപ്പം നിന്നോ? ഇല്ലല്ലോ. അന്ന് പ്രധാനമന്ത്രിക്ക് പൂർണ്ണ പിന്തുണ കൊടുത്തു നിന്നു. അതിനുശേഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ വിമർശിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് വിമർശിക്കും. അവിടെ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ വിമർശിക്കും. ആ വിമർശനത്തെ അതിനെയെല്ലാം മറ്റൊരു തരത്തിൽ എതിർക്കാൻ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള മറുപടി പറയുകയും ചെയ്യും. ഒരു സംശയവും വേണ്ട. ഇവിടെ ഭാരത് ജോഡോ യാത്രയിൽ നടന്നു എന്നുള്ള ചരിത്രമാണ് കണ്ടെത്താൻ നോക്കുന്നത്. നോക്കൂ, ഈ അക്രമികൾക്ക് പാസ് കൊടുത്ത BJPയുടെ MP കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ല. അമിത്ഷായും മിണ്ടുന്നില്ല, BJPയും മിണ്ടുന്നില്ല, ഇവിടെ ശ്രീ ഗോപാലകൃഷ്ണൻ മിണ്ടുന്നില്ല. മനസ്സിലായില്ലേ? ഈ പാസ് കൊടുത്ത് കയറ്റിവിട്ടത് BJPയുടെ MP-യാ. ഞങ്ങൾ പറയുന്നുണ്ടോ അയാളുടെ ഗൂഢാലോചനയാണ് ഈ ഇത് ആക്രമണം നടന്നതെന്ന്? ഞങ്ങൾ ഇപ്പോഴും പറയുന്നുണ്ടോ? രാജു, അതിന്റെ ഒരു യാദൃച്ഛികത കൂടെ നോക്കിക്കോണം. ഈ പറയുന്ന സാഗർ ചാടുന്നു, അതിന്റെ ഭാഗമായി ഈ പാസിന്റെ വിശദാംശം യാദൃച്ഛികമായി ഡാനിഷ് അലി കാണുകയാണ്. പെട്ടെന്ന് അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്. അങ്ങനെയാണല്ലോ അത് പുറത്തു വരുന്നത്. ഇനി ഡാനിഷ് അലി എങ്ങാനുമാണ് ഇത് കൊടുക്കുന്നതെങ്കിലോ എന്താകുമായിരുന്നു പുകില്? ഇതൊന്നും ചെയ്യാതെ മഹുവ മൊയ്ത്രയെ ഇവര് പുറത്താക്കി. ഡാനിഷ് അലി ആ വിഷയത്തിലൊപ്പം നിന്നപ്പോൾ മോദിക്ക് വേണ്ടി മായാവതി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന നടപടി, ഇതാണ് നടക്കുന്നത്. ഞാൻ അതിലേക്കാണ് വന്നത്. ഈ BJP MP-ക്ക് വരുമ്പോൾ ഒരു കോൺഗ്രസ് MP-യുടെ റെക്കമെൻഡേഷനിലാണ് ഇവർ കയറിയതെങ്കിൽ എന്തു സംഭവിക്കുമായിരുന്നു? ഈ രാജ്യത്തിന്റെ ഒരു പക്ഷേ ഒരു ഭാഗ്യം എന്ന് കരുതിക്കൂടെ ഇതൊരു BJP MP-യുടെ പാസ്സായിട്ടാണ് ഈ ആക്രമികൾ. ഞങ്ങൾ BJP MP അതിന് ഗൂഢാലോചന നടത്തിയെന്ന് പറയാൻ ഇപ്പോൾ തയ്യാറല്ല. പക്ഷേ അവർ ആ BJP MP-യെ കളിപ്പിച്ചിട്ടാണ് ആ പാസ് ഒപ്പിച്ചെങ്കിൽ പോലും ഇപ്പോൾ ഇവർ ഉപയോഗിക്കുന്നത് നോക്കൂ. അത് കോൺഗ്രസിന്റെ MP ആയിരുന്നെങ്കിൽ എന്തു സംഭവിക്കുമായിരുന്നു? ആ രീതിയിൽ ഞാൻ പറഞ്ഞ ജനാധിപത്യത്തിന്റെ എല്ലാ മര്യാദകളെയും ഇവർ ഈ രാജ്യത്തിന് മറുപടി പറയേണ്ടടുത്ത് മറുപടി പറയാതെ ഒളിച്ചോടുകയാണ്. ആ മറുപടി പറയാതെ ഒളിച്ചോടുമ്പോൾ അതിനെ ചോദ്യം ചെയ്യേണ്ടി വരും. അത് ചോദ്യം ചെയ്യുന്ന എവിടെയാ? ഇന്ത്യയുടെ പാർലമെന്റിൽ നിങ്ങൾ ഇതിന് മറുപടി പറയൂന്ന് മാത്രമാണ് പറയുന്നത്. എവിടെ പോയി? എന്തുകൊണ്ട് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ഒളിച്ചോടുന്നു? ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയുടെ ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി എങ്ങോട്ടാ? ഈ പാർലമെന്റിലേക്കല്ലേ? ശരി, നിങ്ങൾ ഇതിന്റെ മുന്നിൽ കുമ്പിട്ട് കിടന്ന് ഷോ കാണിച്ചിട്ട് കാര്യമുണ്ടോ? അങ്ങനെ ഷോ കാണിച്ചത് അതിനപ്പുറം ഇവർക്ക് എന്താണ് കമ്മിറ്റ്മെന്റ്? ഞാൻ അതാണ് സൂചിപ്പിച്ചത്. ശരി രാജു ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. അത് രാജുവിന്റെ മാത്രം ചോദ്യമല്ല. 30 സെക്കൻഡ് വേണം. 30 സെക്കൻഡ്. അതെല്ലായിടത്തും പരാജയപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ചൈനയുടെ നുഴഞ്ഞായിട്ട് അരുണാചൽ പ്രദേശില്, അതുപോലെ തന്നെ ഇന്ത്യയുടെ ആർമി ബേസിൽ ഉറിയിലും പത്താൻകോട്ടിലും പാകിസ്ഥാൻ ആക്രമണം നടത്തിയത് ഈ നരേന്ദ്രമോദിയുടെ സമയത്താണ്. ഈ വാജ്പേയിയുടെ ഭരണകാലത്താണ് 2001 ഇന്ത്യയുടെ പാർലമെന്റ് ആക്രമിക്കപ്പെടുന്നത്. അവിടെയെല്ലാം അന്നത്തെ വാജ്പേയി ഉൾപ്പെടെയുള്ള ഭരണകൂടത്തിന്, ആ നരേന്ദ്രമോദി അല്ലാത്ത ഭരണകൂടങ്ങൾക്കെല്ലാം ഇന്ത്യയുടെ പാർലമെന്റിലും ഇന്ത്യയുടെ ജനങ്ങളോടും അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരുന്നു. ആ അക്കൗണ്ടബിലിറ്റി ഇന്ത്യയുടെ ഇത്രയും വലിയ എമർജൻസി ഒരു സമയം വരുമ്പോൾ അവരോട് പ്രതികരിക്കുമായിരുന്നു. യാദൃച്ഛികതകളോടും ഈ രാജ്യം കടപ്പെട്ടിരിക്കുന്നു. നേരത്തെ ഡാനിഷ് അലിയുടെ കാര്യം പറഞ്ഞല്ലോ. അതുപോലെ തന്നെയാണ് ഈ 2001 പാർലമെന്റ് ആക്രമണത്തിന്റെ കൃത്യം നൂല് പിടിച്ച് അതിന്റെ 22ാം വാർഷിക ദിനത്തിൽ തന്നെ ഇവരിങ്ങനെ ഒരു പദ്ധതി ഇട്ടിട്ടില്ല. ആ വിവരങ്ങളും പുറത്തു വരികയാണ്. വല്ലാത്തൊരു യാദൃച്ഛികതയാണ്. അല്ലെങ്കിൽ ഇതിനെ പലതരത്തിലുള്ള ഭീകരബന്ധമെന്ന ആഖ്യാനങ്ങൾക്ക് വഴിയൊരുക്കുമായിരുന്നു. കാരണം ഈ കൂട്ടർ ഇതിന് മുൻപ് ഈ പാസ് കിട്ടുന്നതിന് വേണ്ടി പലതവണ ബന്ധപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞല്ലോ. ആ ഘട്ടത്തിലൊക്കെ ആ ദിവസങ്ങളിൽ ഒന്നും കിട്ടാതെ ഡിസംബർ 14
ഇവരാവശ്യപ്പെട്ടിരുന്നു. ഡിസംബർ 14 എന്ന നിലയിലാണ് ഇവർ അഭ്യർത്ഥിച്ചത്. ഏറ്റവും ഒടുവിൽ അത് യാദൃച്ഛികമായി 13 വരികയായിരുന്നു. 12-ാം തീയതി ഈ മനോരഞ്ജൻ വന്ന് പാസ് കൈപ്പറ്റുകയുമാണ്. അപ്പോൾ അങ്ങനെ ഇവരുടെ തന്നെ സൗകര്യപ്രകാരം കൊടുത്തപ്പോൾ ഈ തീയതി 13 ആയതാണ്. ഈ ലോക്സഭ സെക്രട്ടേറിയറ്റിൻ്റെ സംവിധാനങ്ങൾ, ഈ പാസ് കൊടുക്കുന്ന സംവിധാനങ്ങൾ കൊടുത്തത് വഴി യാദൃച്ഛികമായത് 13-ാം തീയതി എത്തിയതാണ്. ഇത്തരം യാദൃച്ഛികതകളോട് ഈ രാജ്യം കടപ്പെട്ടിരിക്കുന്നു. മറ്റ് ആഖ്യാനങ്ങൾക്കത് വഴിതെളിക്കാതിരിക്കുന്നതിന് സഹായകരമായത് ഇത്തരം യാദൃച്ഛികതകളാണ്. ഞാൻ മറ്റതിഥികളുടെ പ്രതികരണങ്ങളിലേക്ക് വരാം ആദ്യ ഇടവേളയ്ക്ക് ശേഷം. സത്യത്തിന് സസ്പെൻഷനോ എന്ന എൻകൗണ്ടർ ചർച്ച തുടരുകയാണ്. അഡ്വക്കേറ്റ് MR അഭിലാഷ്, അങ്ങ് നേരത്തെ പറയുകയുണ്ടായി ഈ സ്പീക്കറുടെ ചുമതല, അതുപോലെ തന്നെ ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം ഇടപെട്ട് സ്പീക്കറുടെ ഓഫീസ് ആവശ്യപ്പെട്ട പ്രകാരം എടുത്തിരിക്കുന്ന നടപടികൾ. പക്ഷേ ഇതൊക്കെ സത്യസന്ധമായ പരിശോധനകളാണ് എന്ന് പറയണമെങ്കിൽ ഇവരിതൊക്കെ തുറന്നു പറയേണ്ടതുണ്ട്. അങ്ങനെയല്ല ചെയ്യുന്നത്. ഇപ്പോൾ ഓം ബിർള പറയുകയാണ്, എനിക്കാണ് ഇതിൽ എന്ന് വെച്ചാൽ ആ പദവിയിലിരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ ആ പദവിയുള്ള ആളിനാണ് ഇതിൻ്റെ സമ്പൂർണ്ണമായ അധികാരം. എന്നിട്ട് ഈ ബഹളമുണ്ടാക്കുന്ന പ്രതിപക്ഷ MP-മാരോട് പറയുകയാണ്, ഇനി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഞാൻ ഉറപ്പ് നൽകും. എന്തുറപ്പ്? അദ്ദേഹത്തിന് എങ്ങനെയാണ് അത് ഉറപ്പ് നൽകാൻ കഴിയുന്നത്? ഇപ്പോൾ അവിടെ ഒരു ചോരക്കളമാകാതിരുന്നു. അങ്ങനെ സംഭവിച്ചാൽ നാം പഴി പറയുക ഓം ബിർളയാണോ? അതാണോ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ കപ്പാസിറ്റി? ഇപ്പോൾ ഇതിലൊരു ചെറിയ കാര്യം, 8 പേരെ അദ്ദേഹം സസ്പെൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. ആ 8 പേരെന്ന് പറയുന്നത് ഡൽഹി പോലീസിൻ്റെ തന്നെ ഇവിടേക്ക് വന്നിരിക്കുന്ന ഒരു വിഭാഗമാണ്. പക്ഷേ അത് അദ്ദേഹത്തിന് അധികാരമുള്ള ഒരു ഈ പറയുന്ന സുരക്ഷാ ഗ്രൂപ്പ്, അതിൽ നിന്നുള്ള 8 പേരെ സസ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ അദ്ദേഹത്തിന്. അതല്ലാത്ത ഈ പറയുന്ന CRPF ഉണ്ട്, അതുപോലെ തന്നെ ഡൽഹി പോലീസിൻ്റെ മറ്റ് സുരക്ഷാ ചുമതലയുള്ള മറ്റ് മേഖലയുണ്ട്. അവിടെയുള്ള ഒരു ഉദ്യോഗസ്ഥർക്കെതിരെയും ഇദ്ദേഹത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല. അത് 2 പ്രധാനപ്പെട്ട മേഖലയാണ്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇതിൽ 3 ഏജൻസികൾ വഴിയുള്ള സുരക്ഷയാണ് ഉറപ്പാക്കിയിരിക്കുന്നത്. ഒന്ന് ഡൽഹി പോലീസ്, ഒന്ന് CRPF. അവരുടെ റോൾ എവിടെയാണ്? പാർലമെൻറ്റ് കവാടം വഴി കടക്കുന്നിടത്ത്, സഭയ്ക്കുള്ളിലെ ഗാലറിയിൽ. ഈ 2ഇടത്തും ഡൽഹി പോലീസിൻ്റെയും CRPFൻ്റെയും പാർലമെൻറ്റ് ഡ്യൂട്ടി ഗ്രൂപ്പുമാണ് എല്ലാ സുരക്ഷയും ഉറപ്പുവരുത്തേണ്ടത്. അവിടെ വീഴ്ച വന്നിരിക്കുന്നു. അവിടെ വീഴ്ച വന്നാൽ ഒറ്റ ഉത്തരവാദിയാണ് അതിന് അമിത്ഷാ, ആഭ്യന്തരമന്ത്രി. അതങ്ങ് മാറ്റുകയാണ്. എന്നിട്ട് എല്ലാത്തിൻ്റെയും അധികാരം ഓം ബിർളയ്ക്കാന്ന് ഓം ബിർള തന്നെ പറയുന്നു. ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിക്കുന്നു. അപ്പോൾ അവിടെ CRPFൻ്റെ ഡയറക്ടർ ജനറൽ വന്ന് ഒരു പരിശോധന എന്ന രൂപത്തിൽ ഒരു അവ്യക്തതയിൽ കാര്യങ്ങൾ നിർത്തിക്കൊണ്ട് ആർക്കും ഉത്തരവാദിത്തമില്ലാത്ത മട്ടിൽ ഒരു പരിശോധന എന്ന ഒരു വ്യാഖ്യാനം നൽകുന്നു. ഇത് എതിർക്കപ്പെടേണ്ടതല്ലേ? ശ്രീ വേണു, ഈ അക്രമത്തിൻ്റെ ഉത്തരവാദിത്വം അത് ഷെയർ ചെയ്യുക എന്നുള്ളത്, ആ സെക്യൂരിറ്റി സ്ട്രക്ചർ പരിശോധിക്കുമ്പോൾ തന്നെ ഷെയർ ചെയ്യുക എന്നുള്ളത് വളരെ അനിവാര്യമാണ്. സ്പീക്കർക്ക് മാത്രമായിട്ട് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയില്ല. കാരണം ഡൽഹി പോലീസും CRPFും ഇത് സ്പീക്കറിൻ്റെ കൺട്രോളിലല്ല. ഇതിൻ്റെ ഏറ്റവും ഇന്നർ സർക്കിളിൽ മാത്രമാണ്, ഏറ്റവും ഇന്നർ ലെയർ വരുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള അധികാരത്തിൽ കാര്യങ്ങൾ നടക്കുന്നത്. ഇവിടെ സ്പീക്കറിൻ്റെ സമീപനം, ഈ ഒരു വിഷയത്തോട് ഉള്ള സമീപനം വളരെ തെറ്റാണ്. കാരണം ഇവിടെ സ്പീക്കർ ഒരു ഭാഗത്ത് ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ തന്നെ അദ്ദേഹം കൺഫസ് ചെയ്യുകയാണ്, ഇതിനകത്ത് ഗുരുതരമായിട്ടുള്ള പാളിച്ചകൾ വന്നിട്ടുണ്ട്. ഇവിടെ സ്വന്തം ജീവൻ വരെയും ത്രട്ടൺ ചെയ്യപ്പെട്ട MP-മാരാണ് ഇത് സംബന്ധിച്ച് പ്രശ്നം സഭയിലുണ്ടാക്കിയത്. സഭയിൽ MP-മാർ ആവശ്യപ്പെട്ടത് ആരൊക്കെയാണോ സർക്കാർ ഇതിന് ആൻസറബിൾ ആണ്, ആൻസർ ചെയ്യണം, അതിനോടനുബന്ധിച്ചിട്ടുള്ള അവരുടെ പ്രതിഷേധത്തോടുള്ള പ്രതികരണമായിട്ട് ഈ MP-മാരെ സസ്പെൻഡ് ചെയ്യുമ്പോൾ എന്ത് സന്ദേശമാണ് ജനാധിപത്യത്തോട് കൊടുക്കുക? ഒരു തരത്തിലും ന്യായീകരിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു സെക്യൂരിറ്റി ബ്രീച്ച് എന്ന് നാം പറയുമ്പോൾ തന്നെയും ടെററിസമാണ്. സെക്ഷൻ 15 പ്രകാരം, UAPA പ്രകാരം ടെററിസമാണ് അവർ ഇൻവോക്ക് ചെയ്തിരിക്കുന്നത്. അവർ കൊണ്ടുവന്ന ഗ്യാസ് അത് പോയിസണസ് ആയിരുന്നില്ല എന്നുള്ളത് ഈ MP-മാരുടെ ഭാഗ്യം, നമ്മുടെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗ്യം. അഭിലാഷ് കാണേണ്ടത് ഇത് കൊണ്ടുവന്നവർ അത് ആ രൂപത്തിൽ ഉദ്ദേശിച്ചിട്ടല്ല. അതെന്തുകൊണ്ട് കാണുന്നില്ല ശ്രീ MR അഭിലാഷ്? മാത്രമല്ല അവരെ തീവ്രമായി പ്രവർത്തിപ്പിച്ചിട്ടുണ്ട്. തീവ്രവാദികളല്ല അവർ. അവർക്ക് ഭീകരമായി പ്രതികരിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഭീകരവാദികളല്ല അവർ. സർക്കാരുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ അതും യുവജനങ്ങൾക്കുണ്ടാകും. അതിന്റെ പ്രകടനമായി എന്തുകൊണ്ട് കാണാൻ കഴിയുന്നില്ല? അല്ല, ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഷൂ എറിയുന്നതും കാറിനിടിക്കുന്നതും പാർലമെന്റിന്റെ ലോക്സഭയുടെ നടുത്തളത്തിൽ ഇത്തരം അക്രമം കാണിക്കുന്നതൊന്നും ന്യായീകരിക്കാൻ കഴിയില്ല ശ്രീ വേണു. ഇപ്പോൾ അങ്ങേക്കറിയാമല്ലോ ശ്രീ MR അഭിലാഷ്, ഈ കഴിഞ്ഞ ദിവസം അജ്ഞാതമായ മൃതദേഹങ്ങൾ എടുത്തുകൊണ്ടുപോയി മാന്യമായി സംസ്കരിക്കട്ടെ എന്ന് സുപ്രീം കോടതിക്ക് മണിപ്പൂർ കാര്യത്തിൽ ഇടപെടേണ്ടി വരുന്നു. ഒരു നിമിഷം മൃതപ്രായരായ മനുഷ്യരോ മൃതദേഹങ്ങളോ ഉണ്ട്.
പക്ഷെ മൃതപ്രായമാണ് ഭരണ നേതൃത്വമെങ്കിൽ, ഭരണത്തിന്റെ തലപ്പത്തിരിക്കുന്നവരെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടും. അങ്ങ് തുടർന്നോളൂ. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ ശ്രീ വേണു. അങ്ങ് ഇടയ്ക്ക് ഇടപെടുമ്പോൾ ഞാൻ എന്ത് ആശയമാണോ പറയാൻ ശ്രമിക്കുന്നത് അത് മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഞാൻ കേന്ദ്ര സർക്കാരിന്റെ നടപടികളെ ശക്തമായിട്ട് വിമർശിക്കുമ്പോൾ തന്നെയും ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ലോക്സഭയുടെ തളത്തിൽ കാണിച്ച അക്രമത്തെ ന്യായീകരിക്കാൻ കഴിയില്ല. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഭഗത് സിംഗ് ബോംബ് പൊട്ടിച്ചിട്ടുണ്ട്. ആ ബോംബ് പൊട്ടിച്ചത് ഒരു കൊളോണിയൽ സർക്കാരിനോടുള്ള ഒരു സന്ദേശം കൊടുക്കുവാൻ വേണ്ടി മാത്രമാണ്. കേൾക്കാത്ത ചെവികൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഭഗത് സിംഗ് ബോംബ് പൊട്ടിച്ചതും അതിന്റെ പേരിൽ അദ്ദേഹം തൂക്കുകയറിന് സ്വയം അതായത് എല്ലാ സന്നദ്ധതയോടും കൂടി പോയി ജീവൻ വെടിഞ്ഞതും. പക്ഷെ ഇത് നമ്മുടെ ഒരു ജനാധിപത്യ പ്രക്രിയയാണ് എന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ ലോക്സഭയുടെ തളത്തിൽ കാണിക്കുന്നതിനെ ഞാൻ ന്യായീകരിക്കുകയാണെങ്കിൽ ഞാൻ പിന്നെ അവിടെ രാഷ്ട്രീയക്കാരനായിട്ട് വരും. അപ്പോൾ എനിക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇവിടെ കാണിച്ച് ഇത്ര ഗുരുതരമായിട്ടുള്ള തീവ്രവാദ സ്വഭാവമുള്ള അക്രമം തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത്. അവരുടെ ഉദ്ദേശം എത്രയോ ആയിരിക്കാം, ഒരു പക്ഷേ യങ് ബ്ലഡ് ആയിരിക്കാം അവിടെ എക്സിബിറ്റ് ചെയ്യപ്പെട്ടത്. ഓക്കെ, അതൊക്കെ നല്ലതായിരിക്കാം. പക്ഷെ അവിടെ കാണിച്ചത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു നിയമവിരുദ്ധ പ്രവർത്തനമാണ്. സർക്കാരിന് അതിനോട് ഉത്തരവാദിത്വം ആൻസർ പറയാൻ സർക്കാർ റെസ്പോൺസിബിൾ ആണ്. സർക്കാർ ഉത്തരം പറയുന്നില്ല. ശരിക്ക് പാർലമെന്റേറിയൻസിനെ മുഴുവൻ ഒരുമിച്ച് നിർത്തുവാനുള്ള ഉത്തരവാദിത്വമുള്ള സർക്കാർ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപറയുകയും എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തുവാൻ ഇത്ര ക്രിട്ടിക്കലായിട്ടുള്ള ഒരു മൊമെന്റിൽ അതിനുള്ള സന്നദ്ധത കാണിക്കണമെന്ന് സർക്കാർ അത് കാണിക്കുന്നില്ല. ഹോം മിനിസ്റ്ററിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടില്ല. പ്രൈം മിനിസ്റ്റർ സഭയെ അഡ്രസ് ചെയ്യുന്നില്ല. ലോക്സഭാ സ്പീക്കറിന്റെ സമീപനം എന്താണ്? ഇത്തരത്തിൽ സ്വന്തം ജീവൻ വരെയും ത്രട്ടൺ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ എക്സ്പോസ് ചെയ്യപ്പെട്ട ലെജിസ്ലേറ്റേഴ്സ് അവർ തന്നെയാണ് ഈ അക്രമികളെ കീഴടക്കുവാൻ അവർക്കാണ് കഴിഞ്ഞത്. അതായത് സ്വയം ഡിഫെൻഡ് ചെയ്യുവാൻ ഇത്ര ഇലാബറേറ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി സ്ട്രക്ചർ ഉള്ളപ്പോഴും സ്വയം ഡിഫെൻഡ് ചെയ്യാൻ നിർബന്ധിതരായിട്ടുള്ള MP-മാർ ചോദ്യങ്ങൾ ഉയർത്തുമ്പോൾ അവരെ സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആരോഗ്യം എന്താണ്? ആ സസ്പെൻഷൻ തന്നെ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയുടെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആണ്. ഏറ്റവും അബറന്റ് ആണ്, സംഭവിക്കരുതാത്തതായിരുന്നു. വൈകിയ വേളയിലെങ്കിലും ഇത് സംബന്ധിച്ച് സർഗാത്മകമായിട്ട് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപറയുവാനും പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റി അഡ്മിറ്റ് ചെയ്യുവാനും സർക്കാർ തയ്യാറാകണം. ലോക്സഭാ സ്പീക്കറിന്റെ സമീപനം മാറണം. കാരണം ഒരു സ്കൂൾ ക്ലാസ്സിലെ മോണിറ്ററിന്റെ സമീപനം ആകരുത് ലോക്സഭാ സ്പീക്കർക്ക്. ഡിസിപ്ലിൻ വേണം. പക്ഷെ ഇത്തരത്തിലൊരു ഡിസിപ്ലിനേറിയൻ ആയിട്ട് സ്കൂൾ കുട്ടികളെ അടക്കിയിരുത്തുന്നത് പോലെ സഭയിലെ അംഗങ്ങളെ അടക്കിയിരുത്താൻ കഴിയില്ല. They got threatened. So it's very natural that they will respond. അതിനോട് മാന്യമായിട്ട് പ്രതികരിക്കുവാനുള്ള ആ ഒരു മഹനീയത ആ ചെയർ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ശരി, നമുക്ക് സമയം കുറവാണെന്ന് എല്ലാ അതിഥികളോടും ഞാൻ അറിയിക്കുകയാണ്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ കൈ ഉയർത്തിയതുകൊണ്ട് വേഗം അങ്ങേക്ക്. അല്ല, ഒരു 3 കാര്യം പറയാനായിട്ട് എന്നെ അനുവദിക്കണം. അതിലൊന്ന് താങ്കൾ പറഞ്ഞ മഹുവയുടെ കാര്യം തന്നെയാണ്. നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യമാണെങ്കിൽ ഈ ജനാധിപത്യത്തിൻ്റെ പാർലമെൻറ്റിൽ ഒരു കമ്മിറ്റി, എല്ലാവരും കൂടി എടുത്ത കമ്മിറ്റിയാണ് എത്തിക്സ് കമ്മിറ്റി. ആ കമ്മിറ്റിയുടെ മുമ്പിൽ 3 പ്രാവശ്യം ആ കമ്മിറ്റിയെ തെറി പറഞ്ഞ് അതിൽ ഹാജരാവാതെ പോയവർക്കെതിരെ പിന്നെ എന്ത് നടപടി എടുക്കണമെന്നാണ് വേണു പറയുന്നത്? ഒന്ന്. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസ് സുഹൃത്തിനോട് പറയുന്നത് പാർലമെൻറ്റ് ആക്രമിച്ചില്ല. പാർലമെൻറ്റിൽ ഈ പ്രശ്നം ഉണ്ടായതിനെക്കുറിച്ച് രൂക്ഷമായി അഭിപ്രായം പറയുന്നു. ശരി, ഞാനതിനെ എല്ലാം അംഗീകരിക്കുന്നു. പക്ഷെ ഒരു കാര്യം എനിക്ക് തിരിച്ചു ചോദിക്കാനുണ്ട്. 83,000 ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യയുടെ ഭൂമി ചൈനയ്ക്ക് കൊടുത്തത് കോൺഗ്രസിന്റെ ഭരണകാലത്താണ്. കാശ്മീരിലെ POK പാകിസ്ഥാനികൾ കൊടുത്തത് കോൺഗ്രസിന്റെ ഭരണകാലത്താണ്. കണ്ടോ എന്തോ കഷ്ടപ്പെടുന്നത്? നിങ്ങൾ വെറുതെ വർത്താനം പറയുന്നത്. പരസ്യമായിട്ട് ബോംബെയുടെ തെരുവീതികളിൽ ആളുകളെ വെടിവെച്ച് തീവ്രവാദി അക്രമമുണ്ടായത് ആരുടെ കാലത്താ? കോൺഗ്രസിന്റെ കാലത്താ. നാട് മുഴുവൻ പൊട്ടി, എത്രയോ ആളുകൾ മരിച്ചു. ആരുടെ കാലത്താ? കോൺഗ്രസിന്റെ കാലത്താ. ബംഗ്ലാദേശികൾ വന്ന് ചൂഴ്ന്നെടുത്തു പട്ടാളക്കാരൻ്റെ കണ്ണുകൾ. ഒരു യുദ്ധവും ഉണ്ടായിരുന്നില്ല, ചൂഴ്ന്നെടുത്തു. അതാരുടെ കാലത്താ? കോൺഗ്രസിൻ്റെ കാലത്താ. ഈ ഇന്ത്യയിൽ എവിടെങ്കിലും ജനങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റുമായിരുന്നോ? കഴിഞ്ഞ 5-6 വർഷമായിട്ട് ഇന്ത്യ മുഴുവൻ ഇറങ്ങി നടക്കാം. അതിൻ്റെ ഭാഗമായിട്ട് ആ ചോടോ യാത്രയായിട്ടൊക്കെ കാശ്മീരിലേക്ക് രാഹുൽ ഗാന്ധി വലിയ കുഴപ്പമില്ലാതെ പോയത്. ഇവർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ഫ്ലാഗ് ഉയർത്താൻ വേണ്ടി മുരളി മനോഹർ ജോഷിക്ക് പോകാൻ പറ്റിയില്ല. കാശ്മീരിൽ നിന്ന് തിരിച്ചു പോരേണ്ടി വന്നു. ശരി, ശ്രീ ഗോപാലകൃഷ്ണൻ ചുരുക്കി പറയണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സമയമില്ല. കളിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇന്ത്യയിൽ നരേന്ദ്രമോദി ഞാൻ നിർത്തി ഇന്ത്യയിൽ നരേന്ദ്രമോദി ഭരിക്കുന്നത് കൊണ്ടാണ് കാശ്മീരിൽ പോയിട്ട് രാഹുൽ ഗാന്ധി ഡാൻസ് കളിച്ചത്. ഇന്ന് ഇന്ത്യയിൽ കോൺഗ്രസ് ആയിരുന്നുവെങ്കിൽ ഇന്ത്യക്കാരൻ ഇല്ലാതായേനെ.
അപ്പൊ അതുകൊണ്ട് ആ വർത്താനം ഒന്നും പറയണ്ട. ശരി ശ്രീ ഗോപാലകൃഷ്ണനോട് സഹകരിക്കണം. ഞാൻ ഒരു ഇടവേളയിൽ കൂടി പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം മറ്റതിഥികളിലേക്ക്. എൻകൗണ്ടർ അവസാന ഘട്ടത്തിലേക്ക് ചുരുക്കം വാക്കുകൾ പ്രതികരിക്കണമെന്ന് ഞാൻ ശ്രീ പ്രമോദ് പുഴങ്കരയോടും രാജു പി നായരോടും അഭ്യർത്ഥിക്കണം. ആദ്യം ശ്രീ പ്രമോദ് പുഴങ്കര, ഇവിടെ ഇപ്പോൾ ഈ ഗാലറിയിലെ സംഭവങ്ങൾ ഇതിനു മുമ്പ് ആവർത്തിച്ചിട്ടുണ്ടെന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ഗോപാലകൃഷ്ണനൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. ഈ വീഴ്ചകൾ പ്രതിപക്ഷം തന്നെ സ്പീക്കറുടെ മുന്നിൽ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതാണ്. ഗാലറികളിൽ പാസ് കൊടുക്കുന്നത് ഏകപക്ഷീയമായാണത് പരിശോധിക്കണം. ഗാലറികളിൽ വരുന്നവർ ഈ എം പിമാർ മോദി മോദി എന്ന് വിളിക്കുമല്ലോ മോദിയെ കാണുമ്പോൾ തന്നെ, അതുപോലെ ഗാലറിയിലും ഇരുന്ന് ഈ മോദി മോദി വാഴ്ത്തകളാണ് അവിടെയും കേൾക്കാറ്. ഇതൊക്കെ പറയുന്നുണ്ടായിരുന്നു പ്രതിപക്ഷം, സ്പീക്കറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു, അതെല്ലാം അവഗണിച്ചു ഈ ദിവസങ്ങളിൽ എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. അങ്ങനെ വരുമ്പോൾ ഈ മോദി മോദി എന്ന് വിളിക്കുന്ന ഒരു ഗാലറിക്ക് പകരം ഏകാധിപത്യം വാഴില്ല എന്നൊരു ഗാലറിയും കൂടെ വരണ്ടേ? തീർച്ചയായും. അതായത് പാർലമെന്റിൽ മാത്രമല്ല, പാർലമെന്റിന് പുറത്തും പാർലമെന്റിനും അകത്തും ഒരേപോലെ സമരങ്ങളെയും പ്രതിഷേധങ്ങളെയും അടിച്ചമർത്തുന്നതിൻ്റെ ഭാഗമായാണ് ഇനി നമ്മൾ ഈ ഉണ്ടായ പ്രതിഷേധത്തിൽ പറയുന്ന പോലെ യാതൊരു വിധത്തിലുള്ള മറ്റ് തീവ്രവാദ എലമെൻറ്റുകളോ അല്ലെങ്കിൽ മറ്റു ഗൂഢാലോചനകളോ ഇല്ല, അതൊരു പ്ലെയിനായ പ്രതിഷേധമാണ് എന്ന് ഒരു വാദത്തിന് നമ്മൾ നോക്കിയാൽ, ഇനി അങ്ങനെയാണെങ്കിൽ പോലും ഇതെല്ലാം കാണിക്കുന്നത് ഈ രാജ്യത്ത് പ്രതിഷേധത്തെ അടിച്ചമർത്തുന്നതിൻ്റെ ഭാഗമായാണ്. അത് തന്നെയാണ് പാർലമെന്റിൽ നടക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, മുവാ മൈത്രിക്കെതിരെയുള്ള ഒരു നടപടിയെപ്പോലും എങ്ങനെയാണ് പാർലമെന്റ് എടുത്തത്? അവരുടെ ജനാധിപത്യപരമായ അവരുടെ ഭാഗം പറയാനുള്ള അവകാശങ്ങൾ പോലും ലംഘിച്ചുകൊണ്ട് പൗരാവകാശങ്ങളുടെ പോലും നിയമപ്രക്രിയയുടെയും നിയമവാഴ്ചയുടെയും നഗ്നമായ ലംഘനത്തിലാണ് ഒരു പാർലമെന്റ് അംഗത്തിനെ പുറത്താക്കിയത് പോലും. ഇങ്ങനെ നിരവധിയായി മോദി മോദി എന്ന് ഡെസ്കിലടിച്ച് പറയുന്ന, മോദി എന്ന് ആർപ്പ് വിളിക്കുന്ന പാർലമെന്റ് അംഗങ്ങൾ, അതിൻ്റെ പ്രതിധ്വനികളായ ഗാലറി, അതിൻ്റെ പുറത്ത് അതുപോലെയുള്ള ആൾക്കൂട്ടം, അത് പറയാത്തവരെ ആക്രമിക്കുന്ന BJPയുടെയും ഭരണകൂടത്തിൻ്റെയും ഒരേപോലുള്ള സൈന്യം, ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായ ഒരു അന്തരീക്ഷമാണ് ഈ രാജ്യത്ത് നിലനിൽക്കുന്നത്. അത്തരമൊരു അന്തരീക്ഷത്തിൽ ഞങ്ങളിതാ വലിയൊരു പാർലമെന്റ് കോട്ട കെട്ടിയുണ്ടാക്കിയിരിക്കുന്നു, അതിൻ്റെ ചക്രവർത്തിയായി മോദിയെ വാഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ പാർലമെന്റിലേക്ക് ആള് കടന്നിട്ട് ചെറിയ ഈ വർണ്ണപ്പടക്കം പൊട്ടിക്കുന്നത് പോലും തടയാൻ കഴിയാത്ത നരേന്ദ്രമോദി ഈ രാജ്യത്തെ രക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. സ്വന്തം പാർലമെന്റിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്ത പ്രധാനമന്ത്രിയാണോ ഈ രാജ്യത്തിന്റെ സുരക്ഷ? ശരി പ്രമോദ്, എനിക്ക് ചർച്ച അവസാനിപ്പിക്കാനുണ്ട്. ശ്രീ ഗോപാലകൃഷ്ണൻ ക്ഷമിക്കണം, അങ്ങയിലേക്ക് വരാൻ കഴിയില്ല. രാജു, അങ്ങയുടെ പ്രതികരണത്തോടെ ഈ ചർച്ച പൂർത്തിയാക്കാം. ശരി, അദ്ദേഹം പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, 2008 നടന്ന മുംബൈ ആക്രമണത്തെ സംബന്ധിച്ച് ഭരണപരമായിട്ട് നിയമപരമായിട്ട് ചെയ്യേണ്ട കാര്യം ചെയ്ത് അജ്മൽ കസബിനെ തൂക്കിലേറ്റി. അത് മാത്രമല്ല, ശിവരാജ് പാട്ടീൽ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെച്ചു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക്, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിക്ക് ഇന്ത്യയുടെ പാർലമെന്റ് ആക്രമിക്കപ്പെട്ടപ്പോൾ രാജിവെക്കാനുള്ള മനസ്സുണ്ടോ? ഒന്ന്. രണ്ട്, അദ്ദേഹത്തെ മിണ്ടായിരിക്കാൻ പറയൂ. നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടിയില്ല. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയുടെ ചൈനയുമായിട്ടുള്ള യുദ്ധത്തിൽ സാഷ്ടാംഗം പ്രണമിച്ച് ഞങ്ങളുടെ അതിർത്തിക്കകത്ത് കയറിയിട്ടില്ല എന്നു പറഞ്ഞ് കീഴടങ്ങുകയായിരുന്നില്ല. പ്രതിരോധിച്ച് യുദ്ധം ചെയ്ത് നമ്മൾ പരാജയപ്പെട്ടു. രാജ്യമാണ് പരാജയപ്പെട്ടത്. അത് ചൈനയുടെ ഇപ്പോഴത്തെ കാര്യത്തിൽ ഗാൽവാനിൽ 20 സൈനികർ കൊല്ലപ്പെട്ടത് ഇന്ത്യയുടെ അതിർത്തിക്കകത്ത് വെച്ചല്ല എന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ചൈനയുടെ അതിർത്തി ലംഘിച്ചകത്ത് കയറിയിട്ടുണ്ടോ എന്ന് പറയണം. ഇനി മൂന്നാമത്തെ കാര്യം, പരസ്പരം ആക്രോശം നടത്തേണ്ടതില്ല. ഞാൻ ഇടപെടുകയാണ്. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. എൻകൗണ്ടർ അവസാനിക്കുന്നു. ഇനി ന്യൂസ് സൂപ്പർ ഫാസ്റ്റുമായി അനുജ രാജേഷ്.